السلام عليكم ورحمة الله تعالى وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنما يخشى الله من عباده العلماء. وقد قال النبي صلى الله عليه وسلم: موت العالم مصيبة لا تجبر، محمد ذكره روح لأنفسنا، محمد شكره فرض على الأمم، مولاي صل وسلم. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم، مولاي صل وسلم على حبيبك خير الخلق كلهم. സമാധാന്യരായ പണ്ഡിത മഹത്തുക്കളെ, അഭിമന്യരായ രക്ഷിതാക്കളെ, കർമ്മധീരരായ വിദ്യാർത്ഥി യുവജന സഹോദരങ്ങളെ, പ്രിയപ്പെട്ട സഹോദരിമാരെ, സംസ്ഥകളിലെ ഓൺലൈൻ സംവിധാനത്തിലൂടെ ക്ലാസ് റൂമിലൂടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ സംഘം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ഓൺലൈൻ ശ്രോതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒത്തുകൂടലും നാം പറയുന്നതും കേൾക്കുന്നതുമൊക്കെ സാലിഹായ അമലായി സ്വീകരിക്കട്ടെ. നമ്മെ നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, നമ്മോട് ബന്ധപ്പെട്ടവർ, നമ്മെ സഹായിച്ചവർ, നമ്മെ സ്നേഹിച്ചവർ, നമ്മോട് സഹകരിച്ചവർ, ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവർ എല്ലാവരെയും അല്ലാഹു സ്വർഗ്ഗീയ ലോകത്ത് ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്നും അവരിന്ന് മരണപ്പെട്ടുപോയ ഖബർ ജീവിതം അല്ലാഹു സന്തോഷത്തിലും റാഹത്തിലും ആക്കി തീർക്കട്ടെ. ബിഹഖി നബിയിന മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. വീണ്ടും ഒരിക്കൽ കൂടി ഇവിടെ വരാൻ അല്ലാഹുവിന്റെ ഖളായിൽ അങ്ങനെ ഒരു തീരുമാനമുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ പിന്നെ ആമുഖമൊന്നും നെട്ടിപ്പറേണ്ട ആവശ്യമില്ല. അല്ലാഹു തീരുമാനിച്ചതിലൊക്കെ നടക്കണമല്ലോ. സത്യത്തിൽ നമ്മളാരും ഇങ്ങനെ വീണ്ടും ഒന്ന് കൂടണമെന്ന് ആഗ്രഹിച്ചവരായിരുന്നില്ല. സംഘാടകരെ വിളിക്കുമ്പോഴൊക്കെ ഞാൻ അവർക്ക് ചോദിച്ചു, വേണോ ഒരു പരിപാടി ആവശ്യമുണ്ടോ? ആവശ്യമാണ്. ഇന്നലെ രാത്രി കാസർഗോഡ് ജില്ലയിൽ പ്രോഗ്രാം കഴിഞ്ഞ് ശബ്ദം പറ്റടഞ്ഞ് അവരാലെ നിസാറിനെ വിളിച്ചിട്ട് പറഞ്ഞു, ദയവായി ചെന്ന് ഒഴിവാക്കിക്കൂടെ?
നല്ല മുഖാമുഖമായതുകൊണ്ട് ഇതേ കക്ഷികളുമായിട്ടുള്ള മുഖാമുഖമായതുകൊണ്ട് വേറെ ആരൊപ്പമല്ല ഒറ്റക്കായതുകൊണ്ട് ഒരുപാട് നേരം നീണ്ടുപോയപ്പോൾ ശബ്ദമൊക്കെ അടഞ്ഞു. അപ്പോൾ ഞാൻ വീണ്ടും ചോദിച്ചു സാറിനോട് എങ്ങനെയും ഒഴിവാക്കി അനുസ്മരണ പ്രഭാഷണന്റെ പ്രിയ സുഹൃത്ത് അൻവർ കമാലിന്റെ നാട്ടുകാരനാണ്, ഉണ്ടല്ലോ എനിക്ക് വലിയ സന്തോഷമുണ്ട്, എന്നെ ഒഴിവാക്കി തരാം, പിന്നീട് വന്നു പോയാൽ മതി, തടി കണ്ടാൽ മതി, അല്ലെങ്കിൽ വേറെ തെറ്റിദ്ധാരണ പരത്തപ്പെടുന്നതുകൊണ്ടാണ്. എന്നാണ് ആയിക്കോട്ടെ. ഇതാണ് ഇൻഷാല്ലാ വന്ന സ്ഥിതിക്ക് കൽപ്പന ചില കാര്യങ്ങൾ പറഞ്ഞ് പെട്ടെന്ന് അവസാനിപ്പിക്കാൻ, നല്ലത് പറയാനും ജീവിതത്തിൽ പകർത്താൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മഹാനായ സൈനുൽ ഉലമ ചെറുശ്ശേരി ഉസ്താദ് അല്ലാഹുവിന്റെ ഖബർ ജീവിതം സന്തോഷത്തിലും റാഹത്തിലും ഒക്കെ നിൽക്കുമാറാവട്ടെ. ദാർവദിയിൽ പോയി ഉസ്താദിന്റെ മക്ബറ സിയാറത്ത് ചെയ്യുമ്പോൾ ആ മഹാന്റെ മക്ബറയുടെ സമീപത്ത് നിൽക്കുമ്പോൾ ഇന്നലകളിൽ മഹാനകൾ കാണിച്ചു തന്ന അവിടുത്തെ ജീവിതങ്ങൾ മനസ്സിൽ ഇങ്ങനെ തെളിഞ്ഞു വരികയാണ്. ആര് വേറെ വന്നാലും ആ ഒരു വിടവ് തന്നെയാണ്, നികത്താൻ കഴിയാത്ത ഒരു വിടവ് തന്നെയാണ്. ഷംസുൽ വഫാത്തായപ്പോൾ ശൈഖുനാ ചെറുശ്ശേരി ഉസ്താദ് വന്നു. ഓരോ കാലത്തും ഒരു പണ്ഡിതൻ വഫാത്താകുമ്പോൾ മറ്റൊരു പണ്ഡിതൻ വരും. പക്ഷേ നഷ്ടപ്പെട്ടു പോയ പണ്ഡിതന് പകരം വെക്കാൻ പകരം ഒരാളെ കിട്ടൽ കുറവാണ്. മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വാക്കാണ്, മൗത്തുൽ ആലിമി മുസീബത്തുൻ ലാ തുജ്ബറു. ഒരു പണ്ഡിതന്റെ മരണമെന്ന് പറയുന്നത് പരിഹരിക്കപ്പെടാൻ കഴിയാത്ത ദുരന്തമെന്നാണ്. ഒരിക്കലും പരിഹരിക്കപ്പെടാൻ കഴിയാത്ത ദുരന്തമെന്ന്. വലിയ നഷ്ടമല്ലേ ശൈഖുനയിലൂടെ നമുക്ക് നഷ്ടപ്പെട്ടു പോയത്? വലിയൊരു നഷ്ടമാണ് നമുക്ക് സംഭവിച്ചിരിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വാക്കതാണ്, സുന്നത്തുൽ ലാ തുസദ്ദു. അടക്കപ്പെടാൻ കഴിയാത്ത വിടവാണ് ഒരു പണ്ഡിതന്റെ മരണമെന്ന പുണ്യ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ഹുറവിയായ പണ്ഡിതന് പറയാൻ പറ്റുന്ന അടയാളങ്ങൾ എന്തൊക്കെയുണ്ടോ എല്ലാം സമ്മേളിച്ച മഹാനായിരുന്നു ശൈഖുനാ സൈനുൽ ഉലമ ചെറുശ്ശേരി ഉസ്താദ്. അല്ലാഹുവിന്റെ ഖബർ ജീവിതം സന്തോഷത്തിലായി കൊടുക്കുമാറാവട്ടെ. ഒരു ഹുറവിയായ പണ്ഡിതന് പറയാൻ കഴിയുന്ന അടയാളങ്ങൾ എന്തൊക്കെയുണ്ട് എല്ലാം ശൈഖുനിൽ സമ്മേളിച്ചു. മഹത്തുക്കളായ പണ്ഡിതന്മാർ, ആ പണ്ഡിതന്മാർ ഉഹ്റവിയായ പണ്ഡിതന്മാരാകുമ്പോൾ അവർക്ക് ചില പ്രത്യേക ഗുണങ്ങളുണ്ട്. എല്ലാവരും പണ്ഡിതന്മാരല്ലേ എന്നൊന്നും ധരിക്കണ്ട. അതും പണ്ഡിതനല്ലേ, ഇതും പണ്ഡിതനല്ലേ, അതും തലയിക്കെട്ടല്ലേ, ഇതും തലയിക്കെട്ടല്ലേ, അങ്ങനെയൊന്നും ധരിക്കണ്ട. അഷ്റഫുൽ വറാ നബി മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എല്ലാ പണ്ഡിതന്റെയും അരികിൽ പോയി ഇരിക്കരുത് നിങ്ങൾ. ലാ തജ്ലിസു, നിങ്ങൾ ഇരിക്കരുത്. അഷ്റഫുൽ വറാ നബി മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇന്ദ കുല്ലി ആലിമിൻ, എല്ലാ ആലിമിന്റെയും അടുത്ത് പോയി നിങ്ങൾ ഇരിക്കരുത്. എല്ലാവരും പണ്ഡിതന്മാരിൽ അടിച്ചിട്ട് എല്ലാ പണ്ഡിതന്റെയും സദസ്സിൽ പോയിരിക്കാൻ പാടില്ല. ഏത് പണ്ഡിതന്റെ തീരാതിരിക്കേണ്ടത്? അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഇല്ലാ ഇലാ ആലിമിൻ യദ്ഊകും മിൻ ഖംസിൻ ഇലാ ഖംസ്. 5 കാര്യങ്ങളിൽ നിന്ന് 5 കാര്യങ്ങളിലേക്ക് ക്ഷണിക്കുന്ന പണ്ഡിതൻ ആ പണ്ഡിതന്റെ അരികിലായിരിക്കണം പോയിരിക്കേണ്ടത്. 5 കാര്യങ്ങളിൽ നിന്ന് 5 കാര്യങ്ങളിലേക്ക് ക്ഷണിക്കുന്ന പണ്ഡിതൻ ആ പണ്ഡിതന്റെ അരികിലായിരിക്കണം ഇരിക്കേണ്ടത്. ഏതൊക്കെയാണ് 5 കാര്യങ്ങൾ? അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ശരിക്കും നിങ്ങൾ ശ്രദ്ധിക്കുക. വിഷയം മാത്രം മനസ്സിലാക്കി, എന്റെ ശബ്ദശൈലി ഒന്നും നോക്കണ്ട, വിഷയം മാത്രം നോക്കിയാൽ മതി. 5 കാര്യങ്ങൾ. അതിലൊന്നേതാ? മിനശ്ശക്കി ഇലൽ യഖീൻ, സംശയത്തിൽ നിന്ന് യഖീനിലേക്ക് ക്ഷണിക്കുന്ന പണ്ഡിതൻ ആ പണ്ഡിതന്റെ അരികിലേ പോയിരിക്കാം. അങ്ങനെയുമാവാം, ഇങ്ങനെയുമാവാം, എങ്ങനെയുമാവാം എന്ന് പറയുന്ന പണ്ഡിതന്റെ അരികിൽ പോയിരിക്കരുത്. അതെന്താണ് അങ്ങനെ പറഞ്ഞതല്ലേ പിന്നീട് പറയാം. ഇത്തരങ്ങൾ അങ്ങനെ അനുസരിച്ച് ഒരു കാര്യത്തിൽ, ഒരു വിഷയത്തിൽ ഉറപ്പായി ഗണ്യതമായൊരു തീരുമാനം പറയാൻ കഴിയുന്ന പണ്ഡിതൻ ആ പണ്ഡിതന്റെ അരികിലേ പോയിരിക്കാം. അവിടെയാണ് സൈനുൽ ഉലമ. ഒരു വിഷയം പോയി ചോദിച്ചു. എനിക്ക് ഓർമ്മയുണ്ട്, പലപ്പോഴും പല വിഷയങ്ങൾക്കും ഉസ്താദിനെടുത്ത് സമീപിച്ചപ്പോൾ പേരാമ്പ്ര സംവാദം കഴിഞ്ഞ്, ആവളയിലെ സംവാദം കഴിഞ്ഞ്, സുന്നത്ത് ജമാഅത്തിന്റെ ഏറ്റവും വലിയ അഭിമാനമായി ആ സംവാദം കഴിഞ്ഞതിന് ശേഷം ഉസ്താദിനെ കാണാൻ പോയപ്പോൾ അഭിനനായ ഉസ്താദ് വലിയ സന്തോഷത്തിലായിരുന്നു. ആരൊക്കെ ഉസ്താദിനോട് ഈ സംവാദത്തെക്കുറിച്ച് പറഞ്ഞു കൊടുത്തു. ഉസ്താദിനോട് ഫോണിലൂടെ വിളിച്ച് പറയുന്നത് മോശമല്ലേ എന്ന് മനസ്സിലാക്കി, ഞാൻ നേരിട്ട് വിളിച്ചിരുന്നില്ല, നേരിട്ട് പോയി പറയാൻ നിനക്കാണ് പിന്നീട് നേരിട്ട് ചെല്ലുമ്പോൾ വല്ലാത്ത സന്തോഷത്തിലാണ് ഉസ്താദ്. ചെന്ന ഉടനെ തന്നെ വലിയ സന്തോഷത്തോടെ സ്വീകരിച്ചു. ഉസ്താദ് തന്നെ പ്രായം ചെന്ന ഉസ്താദ് തന്നെ വീട്ടിന്റെ ഉള്ളിൽ പോയി, അടുക്കളയിൽ പോയി ചായയും എടുത്തു, ഈത്തപ്പഴം എടുത്തു വരിക.
ഉസ്താദ് ചായ എടുത്ത് വരുന്നുണ്ടപ്പോൾ ഞാൻ ഓടിച്ചെന്നു, ഞാനത് വാങ്ങാൻ പുറപ്പെട്ടു. ഉസ്താദ് പറഞ്ഞു, നിങ്ങൾ അതിഥിയാണ്, നിങ്ങൾ അവിടെ ഇരിക്കണം, ഞാൻ അവിടെ കൊണ്ടുവരാം. നിങ്ങൾ ആലോചിച്ച് നോക്കുന്നു, സമസ്തയുടെ ജനറൽ സെക്രട്ടറി, സമസ്തയുടെ ഏറ്റവും ചെറിയ സംഘടനയായ വിദ്യാർത്ഥി സംഘടനയായ SKSന്റെ ചെറിയൊരു പ്രവർത്തകനിക്ക് ചായ ഇങ്ങോട്ട് കൊണ്ടുവരും. അത് വാങ്ങാൻ പുറപ്പെടുമ്പോൾ പോലും സമ്മതിക്കുന്നില്ല. ചായ നിന്നോ ഈത്തപ്പഴം നിന്നോ കഴിച്ചു. ഉസ്താദ് സംവാദത്തെക്കുറിച്ച് ഓരോന്ന് ചോദിച്ചറിഞ്ഞു. പിന്നെ തുടങ്ങിയില്ലേ ഉസ്താദ് ഒരുപാട് അറിവുകൾ. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. പലപ്പോഴും എല്ലാവരും പറയാറുള്ള ഉസ്താദിനെ കുറിച്ച് കർമ്മശാസ്ത്ര പണ്ഡിതനെന്ന് മാത്രമാണ്. ശരിയല്ലത്. വലിയ കർമ്മശാസ്ത്ര പണ്ഡിതനാണെങ്കിൽ അതേപോലെ തന്നെ തർക്ക വിഷയങ്ങളിൽ അഗാധ ജ്ഞാനത്തിന്റെ ഉടമയാണ് ശൈഖുനാ സൈനുൽ ഉലമ ചെറുശ്ശേരി ഉസ്താദ്. സമസ്തയുടെ 85ാം വാർഷിക 60ാം വാർഷികത്തിന്റെ സുവനീർ, ആ സുവനീർ ഞാൻ വായിച്ചപ്പോൾ അതിൽ ഉസ്താദിനെ കുറിച്ച് പരിചയപ്പെടുത്തുന്നുണ്ട്. ഉസ്താദ് മുഷാവറിലേക്ക് വന്നതിന് ശേഷം 2 വർഷം കഴിഞ്ഞപ്പോൾ മുഷാവറിൽ തീരുമാനമെടുത്തു. എന്താ തീരുമാനം? കേരളത്തിൽ ഇനി സംവാദങ്ങൾ ഉണ്ടാകുമ്പോൾ ആ സംവാദത്തിൽ സമസ്തയുടെ ഔദ്യോഗിക പ്രതിനിധികളായി പങ്കെടുക്കേണ്ട 5 പേരെ അന്ന് മുഷാവറ യോഗം കൂടി തീരുമാനിച്ചു. 5 പേരെ തീരുമാനിച്ചപ്പോൾ അതിൽ ഒന്ന് ശൈഖുനാ സൈനുൽ ഉലമ ചെറുശ്ശേരി ഉസ്താദാണ്. ചെറുശ്ശേരി ഉസ്താദ് കേവലം ഒരു കർമ്മശാസ്ത്ര പണ്ഡിതന് മാത്രമായിരുന്നില്ല, അഗാധമായ തർക്ക വിഷയങ്ങളിൽ ജ്ഞാനമുള്ള അറിവുള്ള മഹാ പണ്ഡിതനായിരുന്നു സൈനുൽ ഉലമ. ശൈഖുനാ ഏകദേശം 1 മണിക്കൂറോളം ഞാൻ ഉസ്താദിന്റെ അടുത്തിരുന്നപ്പോൾ ഒരുപാട് വിഷയങ്ങൾ. എനിക്കത് കഴിഞ്ഞിട്ടൊന്ന് പരിപാടിക്ക് പോകാനുള്ളതുകൊണ്ടല്ല ഞാൻ അവിടെ ഇരുന്നിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഉസ്താദ് ചോദിക്കും, പോകാണ്ടല്ലേ? ഞാൻ അവിടെ പരിപാടി തുടങ്ങാനായിരിക്കുന്നത് പറയുന്നുണ്ട്. എന്നിട്ട് ഉസ്താദ് പറഞ്ഞിരുന്നേ, എനിക്കൊരു സന്തോഷം. പക്ഷെ സംഘാടകനെ വിളിക്കുമ്പോഴുള്ള സംഘടനയെങ്കിലും ഉസ്താദിന്റെ ഇടയിൽ നിന്ന് ഒരുപാട് എൽമുകൾ കിട്ടുമ്പോഴുള്ള സന്തോഷം വലിയ താല്പര്യമായിരുന്നു. ചെറിയ പ്രഭാഷകന്മാരോടൊക്കെ പല വേദിയിൽ നേരിട്ട് കാണുമ്പോൾ ചോദിക്കും, ആ തുണി ലയിക്കുന്നത്. ആദ്യം ചോദിച്ചപ്പോൾ എനിക്കത് മനസ്സിലായാലും എന്തേ തുണി ലയിക്കുന്നത്? നിങ്ങളാ തുണിയില്ലേ, നിങ്ങളെ തുണിയില്ലേ ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്കെപ്പം കൂടിയില്ല, നിങ്ങളെ കാണിച്ചു നിങ്ങളെ തുണിയില്ലേ? അപ്പൊ പറഞ്ഞു, എന്താ? അവനോട് പറഞ്ഞു, അത് നല്ലതാണ്, അതിലൂടെ കാണിക്കുമ്പോൾ ശരിക്കും ജനങ്ങൾക്ക് ബോധ്യപ്പെടും. എനിക്കത് കേട്ട വലിയ സന്തോഷമായി. കാരണം ഇടക്കാലത്ത് ചില ആൾക്കാർ ഈ തുണിയെക്കുറിച്ച് കളിയാക്കി പ്രസംഗിച്ചിരുന്നു, LCDയെ കളിയാക്കി ചില ആളുകൾ പ്രസംഗിച്ചിരുന്നു. ഉസ്താദ് വാക്ക് പറഞ്ഞത് എനിക്ക് വലിയ സന്തോഷമായി. ഉസ്താദിന് അംഗീകാരം കിട്ടിയതാണല്ലോ. ശൈഖുനാ സൈനുൽ ഉലമ ഷെക്കിൽ നിന്ന് യക്കീനിലേക്ക് ജനങ്ങളെ ക്ഷണിച്ച മഹാപണ്ഡിതനായി. ഒന്ന്. രണ്ടാമത് നോക്കും നിങ്ങൾ, റസൂലുള്ളാഹി പറയാൻ റിയായിൽ നിന്ന്, ലോകമാനത്തിൽ നിന്ന് ഇഖ്ലാസിലേക്ക് ക്ഷണിക്കുന്നവരാണ് യഥാർത്ഥ പണ്ഡിതൻ. ആ പണ്ഡിതനിലേക്ക് വിരിക്കാവൂ. റിയായിൽ നിന്ന് ഇഖ്ലാസിലേക്ക് ക്ഷണിക്കുന്ന പണ്ഡിതൻ. നോക്കൂ നിങ്ങൾ ശൈഖുനാ സൈനുൽ ഉലമയുടെ ജീവിത രീതികൾ. നിങ്ങൾ ആരെല്ലാം കണ്ടിക്കണോ? സൈനുൽ ഉലമ ചെറുശ്ശേരി ഉസ്താദ് കാണാൻ വേണ്ടി പത്രക്കാരുടെ മുമ്പിൽ നിന്ന് ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്തിട്ടുണ്ടോ? അല്ലെങ്കിൽ ശൈഖുനാ സൈനുൽ ഉലമ ഇന്ന ഫ്ലൈറ്റിൽ സഞ്ചരിച്ചു, അല്ലെങ്കിൽ ഇന്ന വാഹനത്തിൽ സഞ്ചരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അതൊരു പ്രാധാന്യത്തിൽ കാണിക്കുന്ന എവിടെയും കണ്ടിട്ടുണ്ടോ? എപ്പോഴും എന്തായിരുന്നു അവിടുത്തെ ജീവിതരീതി? നേരത്തെ ഇവിടെ അൻവർക്കുമാർ സൂചിപ്പിച്ചതുപോലെ റെയിൽവേ സ്റ്റേഷനിൽ പോയിക്കൊണ്ട് കാത്തിരിക്കുന്നു, ട്രെയിൻ കാത്തിരിക്കുന്നു. ആര് നിങ്ങൾ മനസ്സിലാക്കണം, ആര്? സമസ്ത കേരള ജംഇയ്യത്തുൽ ജനറൽ സെക്രട്ടറി ശൈഖുനാ സൈനുൽ ഉലമ ചെറുശ്ശേരി ഉസ്താദ്. അത് നമ്മുടെ ആലിമിലുള്ള പ്രത്യേകത. അത് നമ്മുടെ ആലിമ്യങ്ങൾ റിയാഇൽ നിന്ന് ഇഖ്ലാസിലേക്ക് ക്ഷണിക്കുന്നവരാണ്. ഞാൻ ഓർത്തുപോവുകയാണ്, മഹാനായ കോയക്കുട്ടി ഉസ്താദ് അള്ളാഹു അവിടത്തേക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എന്താണ് അവരുടെയൊക്കെ ജീവിത രീതി? എറണാകുളത്ത് പൊന്നുരുന്തി എന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ പ്രസംഗിക്കാൻ പോയി. പ്രസംഗിച്ച് തിരിച്ചു പോരുമ്പോൾ എന്നെ വാഹനത്തിൽ കൊണ്ടാക്കി തരുന്ന കുറച്ചാളുകളാണ്. അവരെന്നോട് പറഞ്ഞു, ഉസ്താദ് ഞങ്ങളൊക്കെ ഒരു കാലത്ത് മറ്റേ വിഭാഗത്തിലായിരുന്നു. അത് ഞാൻ ഏത് വിഭാഗം? കാരണം ഞാൻ അന്നവിടെ സുന്നത്തമ്മത്ത പ്രസംഗിച്ചിട്ടുണ്ട്. അപ്പൊ മറ്റു കാരണം മുജാഹിദത്തെ പിന്നെ എന്തിനാ ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നത്? ഞങ്ങൾ പോകുന്ന ആരും പ്രസംഗം കേട്ടിട്ടൊന്നുമല്ല. പിന്നെ എങ്ങനെ ഞങ്ങൾ പോകുന്നത്? ഞങ്ങൾ സമസ്തന്റെ ആലിമ്യങ്ങളെ അനുഭവിച്ചു പോകുന്നതാണ്. എന്തേ കാരണം? എന്നോട് പറഞ്ഞു, കഴിഞ്ഞ കൊല്ലം ഇതേ സ്ഥലത്ത് പരിപാടി നടക്കുന്ന സമയത്ത് 2 വിഭാഗം ആളുകളെയും പരിപാടിക്ക് ക്ഷണിക്കാറുണ്ടായി. ഒരു ദിവസം നമ്മുടെ ആളുകളെ, ഒരു ദിവസം അവരുടെ ആളുകളെ. അങ്ങനെ ഞങ്ങൾ ക്ഷണിക്കാൻ ഞങ്ങളെയാണ് നിയോഗിക്കപ്പെട്ടത്. ഞങ്ങൾ കോഴിക്കോട് പോയി. മറുവിഭാഗത്തിന്റെ ജീവാത്മ പുറത്തെ ആളുകൾ പറഞ്ഞു, നിങ്ങൾ എവിടുന്നാ വരുന്നത്? ഞങ്ങൾ അവരെ പോസ്റ്റ് ചെയ്തു. അതിനുശേഷം ഞങ്ങൾക്ക് അപ്പോയിന്റ്മെന്റ് നൽകി.
എനിക്കിട്ട് വന്ന് അവിടെ ഇരിക്കാൻ പറഞ്ഞു. അപ്പൊ ഞങ്ങൾ അവിടെ ഉസ്താദ് വരും. കുറച്ച് ഞാൻ പറഞ്ഞു തൊട്ടപ്പുറത്ത് വേറെ റൂമുണ്ടായി കയറിയിരിക്കാൻ പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ അതിനപ്പുറത്തേക്ക് വേറെ റൂമിൽ കയറിയിരിക്കാൻ പറഞ്ഞു. അവിടെ വെച്ചുകൊണ്ടാണ് ഉസ്താദിനെ കാണുന്നത്. ഞങ്ങൾക്ക് വലിയ സന്തോഷമായി, ഭയങ്കര സംഭവമായിട്ടല്ലേ കാണുന്നത്. ഞങ്ങൾക്ക് വലിയ സന്തോഷം. ഞങ്ങൾ ഡേറ്റൊക്കെ വാങ്ങി. ഡേറ്റ് വാങ്ങിയപ്പോൾ ഉസ്താദ് പറഞ്ഞു ഡേറ്റ് വരാം. ഡേറ്റൊക്കെ തന്നു. വന്നപ്പോൾ പറഞ്ഞു ഞാൻ എറണാകുളത്ത് ഇന്ന ലോഡ്ജിലാണ്, സാധാരണ ഫ്ലാറ്റിലാണ് താമസിക്കാറുള്ളത്. ഇത്രാമത്തെ റൂമാണ് ഞാൻ സാധാരണ എടുക്കാറുള്ളത്. ആ റൂം എനിക്ക് ബുക്ക് ചെയ്യണം. ഒരു വലിയ സന്തോഷമുള്ള ഏറ്റെടുത്തു. പിന്നെ അവർ തിരിച്ചു പോരുകയാണ്. അവരെന്നോട് നേരിട്ട് പറഞ്ഞ സംഭവം. തിരിച്ചു പോരുമ്പോൾ അവരുടെ മനസ്സിൽ ഇനി ക്ഷണിക്കാൻ പോകുന്നത് കോയക്കുട്ടി സാറിനെയാണ്. അവരുടെ മനസ്സിൽ ആദ്യം റൂം, പിന്നെ റൂം, അവിടെ നിന്ന് ഒരാൾ അപ്പുറത്തേക്ക് ഇരുത്തും, അവിടെ നിന്ന് സംസാരിക്കും. ഈ ഒരു ചിന്ത ഇവിടെ നിന്ന് പോകുക. അങ്ങനെ ഒരു സംസ്ഥാനത്തിന്റെ പ്രവർത്തകരുമായി ബന്ധപ്പെട്ട് കോയക്കുട്ടി ഉസ്താദിന്റെ പിന്നെ സ്ഥാപനം എവിടെയാണ്, ഏത് ബിൽഡിങ്ങിൽ പോയാൽ കാണാം. അത് പറഞ്ഞു ഉസ്താദ് വീട്ടിലാണ് ഉണ്ടാവുക. അങ്ങനെ ഒരു വീട് അന്വേഷിച്ചു പോയി. ഇവരെന്നോട് നേരിട്ട് പറഞ്ഞ സംഭവം പറഞ്ഞു. വീട് അന്വേഷിച്ച് ഇവർ പോയി. ഇവരിങ്ങനെ വലിയ കൊട്ടാരങ്ങൾ കാണുമ്പോഴൊക്കെ ഇവരുടെ മനസ്സിൽ തന്നെ ആയിരിക്കും കോയക്കുട്ടി ഉസ്താദിന്റെ വീട്. അവിടെ ചോദിക്കുമ്പോൾ ഇതല്ല. പിന്നെ ഇങ്ങനെ പോകും. ചെറിയ വെറുതെ ഇവർ നോക്കുന്നില്ല. അവർ പറയാം ഞങ്ങളുടെ മനസ്സിലിങ്ങനെ തെളിഞ്ഞു വരുന്ന അവിടുന്ന് കണ്ട അതേ അനുഭവത്തിലാണായിരിക്കും. കാരണം അത് മറ്റത് ആ പ്രസ്ഥാനത്തിന്റെ നേതാവ്, ഇത് ഈ പ്രസ്ഥാനത്തിന്റെ നേതാവ്. അങ്ങനെ ഞങ്ങൾ അന്വേഷിച്ച് പോയി. കുറെ എത്തിയപ്പോൾ ഒരാൾ പറഞ്ഞത് ആ കാണുന്ന വീടാണ്. ഞങ്ങൾ അടുത്തേക്ക് ചെന്നു. അപ്പോൾ ഒരാൾ പുറത്ത് കള്ളിപ്പിന് എടുത്ത് നിൽക്കുന്നുണ്ട്. ഞങ്ങളിവിടെ സ്ഥലം പറഞ്ഞു ചോദിച്ചു കോയക്കുട്ടി ഉസ്താദിന്റെ വീട് ഏതാണെന്ന് വെച്ചാൽ. അത് ഉസ്താദ് ഞങ്ങളോട് എനിക്ക് ഉസ്താദ് അറിയില്ല, കുട്ടികളെ കയറിയിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു കോയക്കുട്ടി ഉസ്താദിന്റെ വീട് എവിടെയാണ്. അപ്പോൾ ഞങ്ങൾ ഉസ്താദ് പറഞ്ഞു ഞങ്ങളോട് പറഞ്ഞു കുട്ടികളെ കയറിയിരിക്കുക. അതൊക്കെ നമുക്ക് ശരിയാക്കാറില്ല. ഞങ്ങൾ കയറിയിരുന്നു. നിങ്ങൾ എന്തിനാ പോകുന്നത്? ഞങ്ങളിങ്ങനെ എറണാകുളത്ത് ഒരു പരിപാടി ഏൽപ്പിക്കാൻ വേണ്ടി കോയക്കുട്ടി ഉസ്താദിനെ ബുക്ക് ചെയ്യാൻ വേണ്ടി വന്നു. അപ്പൊ എന്നാ പരിപാടി? അപ്പൊ ഇവർക്ക് ഈ ചോദ്യങ്ങൾ പിന്നെയും വലിയ ചോദ്യം കൊണ്ടപ്പോൾ ഇവർക്ക് ആ പേടിയായി. ഉസ്താദ് തന്നെയാണ് ആ ഉസ്താദിനെ സംബന്ധിച്ചു. അപ്പൊ എന്നാ പരിപാടി വന്നു. ഉസ്താദ് എങ്ങനെ പേര് വെച്ചു? പ്രായം കുറെ ആയി, എനിക്ക് ഒറ്റയ്ക്ക് വരാൻ കഴിയില്ല, ഞാൻ ട്രെയിനിൽ വന്നോളാം, പക്ഷെ എന്റെ അപ്പൊ ഒരാളുണ്ടാവും, അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും ചോദിച്ചു. ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടില്ല, രണ്ടാൾക്കും ടിക്കറ്റ് ഞങ്ങൾ എടുത്തോളാം. ഉടൻ തന്നെ പേര് ചോദിച്ചു ഉസ്താദിനെ എറണാകുളത്ത് ഏത് ലോഡ്ജിലാണ് ഉസ്താദ് താമസിക്കാറുള്ളത്, അത് ഞങ്ങൾ ബുക്ക് ചെയ്തേക്കാം. കാരണം ഇവർ അവിടുന്ന് കേട്ടാലും ഇവർക്ക് അറിയുള്ളൂ. ഉസ്താദ് അടുത്തേക്ക് വെച്ചു നിങ്ങളായിട്ട് പള്ളിയൊന്നും ഇല്ലേ ചോദിച്ചു. നമ്മുടെ ലോഡ്ജ് അതാണ് കാരണം. ഇവരെന്നോട് പറയാം പള്ളിയൊന്നുമില്ലേ, അതാണ് നമ്മുടെ ലോഡ്ജ്, അത് നിങ്ങൾ ബുക്ക് ചെയ്യുന്നു വേണ്ട അവിടെ ഉണ്ടാവും പറഞ്ഞു. ഇവര് പറയാം പറഞ്ഞതുപോലെ പ്രോഗ്രാം എടുത്തു, പരിപാടിയായി. മറ്റാൾ വന്നതുപോലെ ആ എറണാകുളത്ത് ആ ലോഡ്ജിൽ താമസിച്ചു. പരിവാരങ്ങളോട് ആ സാന്നിധ്യത്തോടുകൂടെ ആ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഉസ്താദിന്റെ ദിവസം ഉസ്താദ് വന്നു നല്ല ക്ഷീണത്തിലെന്ന് ഉസ്താദ് വന്ന് പള്ളി കയറി ഉണ്ടാക്കി 2 റക്അത്ത് നിസ്കരിച്ചു. തോളിൽ കിടക്കുന്ന വള്ളി നിരത്തി വിരിച്ചു. ഉടൻ കടന്നു ഉസ്താദിന്റെ ലോഡ്ജ്. ഇത് പോരെ? എന്നോട് എത്തവർ ചോദിക്കാം, ഇത് പോരെ ഞങ്ങൾക്ക് മാറാൻ? നിങ്ങളെ പ്രസംഗം എന്തിനാണ് ഞങ്ങൾ കേൾക്കുന്നത്? എന്തിനാണ് ഒരാൾ സീഡി കേൾക്കുന്നത്? ഞങ്ങളിത് നേരിട്ട് അനുഭവിക്കുന്നതാണ്. ഞങ്ങൾക്ക് എന്തിനാ വേറെ ആൾ പറഞ്ഞിരുന്നത്? അല്ലാഹുവിന്റെ റസൂല് പറയുന്നത് കണ്ടോ, അങ്ങനെയുള്ള പണ്ഡിതന്മാരെ കണ്ടാൽ മതി. കൂടുതലൊന്നും പ്രസംഗത്തിന്റെ ആവശ്യമില്ല. ഒരു പണ്ഡിതന്റെ ഹാലുണ്ടല്ലോ, അവസ്ഥയുണ്ടല്ലോ, ആ പണ്ഡിതന്റെ അവസ്ഥ മതി. ആയിരക്കണക്കിന് ആളുകൾ പ്രഭാഷണം നടത്തുന്നതിനേക്കാൾ ഒരു മനുഷ്യന്റെ മനസ്സിന്റെ മാറ്റം വരുത്താൻ ഒരു പണ്ഡിതന്റെ അവസ്ഥ മതി എന്നാണ് ഗസാലി ഇമാം പറഞ്ഞത്. ആ ഒരവസ്ഥ. അടുത്തത് റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, അടുത്ത പ്രത്യേകത എന്താ? വമിനർ റഗ്ബതി ലസ്സുഹുദി. ഒരു പണ്ഡിതന്റെ ഗുണമെന്താ? ആ പണ്ഡിതൻ സുഹുദിലേക്ക് ആളുകളെ ക്ഷണിക്കുന്നവനാണ്. ദുനിയാവിലെ ആഡംബരങ്ങളോട് താല്പര്യമില്ലാതെ പ്രപഞ്ചത്യാഗത്തിലേക്ക് ആളുകളെ ക്ഷണിക്കുന്നവനാണ് യഥാർത്ഥ പണ്ഡിതനെന്ന് നബി മുഹമ്മദ് മുസ്തഫ. പ്രപഞ്ചത്യാഗം അത് വല്ലാത്തൊരു സംഭവമല്ലേ? നമ്മളൊക്കെ നിങ്ങൾ ഇപ്പൊ ചില ആൾക്കാരൊക്കെ എന്താ ചെയ്യുക? കർണാടകയിൽ യാത്ര നടത്തിയപ്പോ ചില ആളുകൾ യാത്ര നടത്തിയ വണ്ടി ഇങ്ങനെ പൊന്തിരുന്നത്. പൊന്തിക്കോട്ടെ, നമുക്ക് അതിൽ എതിർപ്പൊന്നുമില്ല. പക്ഷെ പൊന്തിയപ്പോ അതിനെ കുറിച്ച് പറഞ്ഞെന്താ? അത് അള്ളാഹു ഖുർആനിൽ പറഞ്ഞ ഇർഫഉല്ലാഹുല്ലദീന ആമനൂ മിൻകും വല്ലദീന ഊത്തുൽ ഇൽമ ദറജാത്ത്. അത് അള്ളാഹു ജനങ്ങൾക്ക് കൊടുക്കുന്ന പ്രത്യേകം ഇന്നല്ലാഹു യർസുഖു മൻ യശാ ബിഗൈരി ഹിസാബ്. ഒരാൾ പ്രസംഗിച്ചു, അള്ളാഹു ചിലർക്ക് കൊടുക്കുന്നതാണെന്ത്? ഇൽമുള്ള ആൾക്കാർ അല്ലാത്ത ഉയർത്തുന്ന ഖുർആനുണ്ട്, അതാണ് ഈ ഉയർത്തത്. നമ്മൾ ഈ ആയത്തൊക്കെ തഫ്സീറിൽ ഓതിയിട്ടുണ്ട്, അതിന്റെ തഫ്സീർ വായിച്ചിട്ടുണ്ട്, പക്ഷെ ഇങ്ങനെ ഉയർത്തുന്നത് മനസ്സിലാക്കിയിട്ടില്ല. പണ്ടൊരു പാതിരി പ്രസംഗിക്കുമ്പോൾ പറഞ്ഞത്രേ, യേശു ക്രിസ്തു ഇറങ്ങി വരും. അയാൾ പ്രസംഗം ഇങ്ങനെ രൂക്ഷമായിട്ട് അയാൾ സ്റ്റേജ് ഇങ്ങനെ ഹാലിളകിയിട്ട് പെട്ടതായതിന്റെ കൂടത്രേ. അപ്പൊ സദസ്സിനൊരാൾ എനിക്ക് പറഞ്ഞത്രേ, ഇറങ്ങി വരുന്നത് നമ്മൾ മനസ്സിലാക്കി, ഇങ്ങനെ ഇറങ്ങി വരും നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല.
എന്ന പോലെ അള്ളാഹു ഇന്നും കൂടെ ആളുകളെ ഉയർത്തുന്നൊക്കെ നമ്മൾ ഖുർആനിൽ മനസ്സിലാക്കി. പക്ഷേ ഇമ്മാരും ഉയർത്തണേ. ജപ്പാനിലെ വണ്ടിയിൽ മേൽപ്പെട്ട് പൊന്തിക്കുക. അങ്ങനെ ഉയർത്താനാണ് എന്തിനാ? അത് ക്രൈം പോരെ, പൊന്തിച്ച പോരെ. എവിടെയാണ് ഉള്ളത് നോക്കും നിങ്ങൾ. ഒരു പണ്ഡിതന്റെ യഥാർത്ഥ ഗുണമെന്താ? സുഹൃതാണ്. ഒരു പണ്ഡിതന്റെ എന്ന് പറഞ്ഞ വസ്ത്രം നല്ല വേണ്ടെന്നൊന്നുമല്ല, ഒരു നല്ല വസ്ത്രം ധരിക്കാൻ പാടില്ലെന്നല്ല. പക്ഷേ ഒരു വസ്ത്രം ധരിക്കുമ്പോഴേക്ക് ആ വസ്ത്രത്തിന്റെ പേരിൽ ആഡംബര ജീവിതമാക്കി മാറ്റുന്നത്. അതങ്ങനെ കാണിച്ച് അഹംഭാവം കാണിച്ച് ഇതാണ് ഞങ്ങളുടെ പ്രത്യേകത, ഞങ്ങളെ വണ്ടി കണ്ടില്ലേ, ഞങ്ങളെ കാർ കണ്ടില്ലേ, ഞങ്ങളെ ചെരുപ്പ് കണ്ടില്ലേ, ഇത് പറഞ്ഞ ആളുകളെ റഹബത്ത് ദുനിയാവിലേക്ക് താല്പര്യമുണ്ടാക്കുന്ന പണ്ഡിതൻ അതല്ല യഥാർത്ഥ പണ്ഡിതൻ. സുഹൃദായിരിക്കുന്ന ഒരു പണ്ഡിതനെ കണ്ടാൽ പ്രപഞ്ചത്യാഗം. കുറെ കൂടെയൊക്കെ യാത്ര ചെയ്യുമ്പോ മനസ്സ് പൊട്ടാറില്ല. നമ്മൾക്ക് മനസ്സ് വേദനിക്കാറുണ്ട്. കാരണം ഉസ്താദ് എടുത്തിരിക്കുമ്പോൾ ഉസ്താദിന്റെ ജിബ്ബ ഞാൻ പലപ്പോഴും നോക്കിയിട്ടുണ്ട്. അതിങ്ങനെ ഉജാല മുക്കിയിട്ട് ഇവിടെ കുറെ കളറിന്റെ ചുരുണ്ട് കൂടിയിട്ട് ആരുടെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഉസ്താദിന്റെ വീട്ടിൽ പോയിട്ടില്ലേ നിങ്ങൾ? കോഴിക്കോട് ഉസ്താദിന്റെ വീട്ടിൽ പോയിട്ടില്ലേ? കോഴിക്കോട് ഉസ്താദിന്റെ വീട്ടിൽ ഈ അടുത്ത് കഴിഞ്ഞ വർഷം ഞാൻ മഴ ഉണ്ടാകുന്ന സമയത്ത് ഒന്ന് കാണാൻ പോയി. ഉസ്താദ് കേരളം ചെന്നപ്പോണ്ട് കോലായിൽ ഇങ്ങനെ ഒരു ചെമ്പട്ടി വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ ചെമ്പട്ടി വെച്ചപ്പോ ഞാൻ സമതിനോട് ഉസ്താദിന്റെ മോനെ സമതി എന്തിനും ഇവിടെ ചെമ്പട്ടി കയറിനോടത്തിന് വെച്ചെന്ന് ചോദിച്ചു. അതിനോട് മേപ്പിട്ട് വെക്കുന്നതായിരുന്നു. മേപ്പിട്ട് വെക്കും ബോർഡ് പൊട്ടിക്കണം. ആ മഴ പെയ്യുമ്പോ വെള്ളം നിരത്ത് വീണാൽ ഉസ്താദ് വയസ്സാളല്ലേ, പുറത്ത് കിടന്ന് വഴുതി വിടൂലേ, അതിനോട്ട് ചെമ്പട്ടി വെച്ചതാണ്. ആലോചിച്ചു. 12 ലക്ഷം വിദ്യാർത്ഥികൾ സമസ്തക്കുണ്ട്. 12 ലക്ഷം കുട്ടികൾ. ഒരു കുട്ടി 2 റുപ്യ എത്ര ഉണ്ടാവും? 24 ലക്ഷം. എത്ര നല്ല പേരായിട്ട് ഉസ്താദ്. സമസ്ത പറഞ്ഞാൽ എല്ലാ കുട്ടികളും 2 റുപ്യ ഉണ്ടെന്ന് കോഴിക്കോട് ഉസ്താദ് പേരാക്കാനാണെന്നാൽ ആരാ കൊടുക്കാതിരിക്കാം? അതിന് ആവശ്യമുണ്ടോ? അതും വേണ്ട. ഏതെങ്കിലും ഒരു പണക്കാരനോട് കോഴിക്കോട് ഉസ്താദിന്റെ വീട് ഇങ്ങനെയൊക്കെ ആണെന്ന് പറഞ്ഞാൽ പോരെ? എവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്? റസൂലുള്ളാഹി പറയുകയാണ്, ഒരു പണ്ഡിതനെ മനസ്സിലാക്കേണ്ട അടയാളമാണ് ദുന്യാവിനോട് താല്പര്യമില്ലാത്ത പണ്ഡിതന്മാർ, പ്രപഞ്ചത്യാഗികളായി ജീവിക്കുന്ന പണ്ഡിതന്മാര്. ആ പണ്ഡിതന്റെ അരികിലെ പോയിരിക്കാവോ. അഷ്റഫുൽ ഖുർആൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും റസൂലുള്ളാഹി പറയും, നോക്കൂ നിങ്ങൾ, വമിനൽ കിബ്രി ഇല തവാളി, അഹങ്കാരത്തിൽ നിന്ന്, അഹംഭാവത്തിൽ നിന്ന്, കിബ്റിൽ നിന്ന് തവാളുവിലേക്ക് ക്ഷണിക്കുന്ന പണ്ഡിതൻ. ഇത്ര തവാളുവാണ്. ബഷീർ സാഹിബിനൊക്കെ താഴ്മല്ല. ഞാൻ പറഞ്ഞല്ലോ, സാധുവാ ഞാൻ കയറി ചെന്നപ്പോ എന്നോട് കാണിച്ചത്. ഇപ്പതാ ജനറൽ സെക്രട്ടറി ആയിട്ട് ആരിക്കുട്ടി സാറിനെ നിയമിച്ചാണ്. ഉസ്താദിന്റെ താഴ്മ എന്താ? ഉസ്താദ് ചെറുവത്തൂരിൽ ഒരു പ്രോഗ്രാമിന്, കാസർഗോഡ് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഒരു പ്രോഗ്രാമിന് വന്നപ്പോ എന്റെ 2 കുട്ടികൾ, ചെറിയ 2 കുട്ടികൾ ഉസ്താദിനെ കാണാൻ നിർബന്ധം പറഞ്ഞിട്ട് പോന്നു. റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി വരുന്ന ഉസ്താദ് കുട്ടികളെ കണ്ടപ്പോൾ വാരിയെടുക്കുക. ഷെയ്ഖുൽ ജാമിയ, ഒരു ആഗോള പണ്ഡിതൻ ചെറിയൊരു കുട്ടിയെ കാണുമ്പോൾ വാരിയെടുക്കുക. വേറെ ചില ആൾക്കാരൊക്കെ ആണെങ്കിൽ വരുമ്പോ പരിവാരങ്ങൾ അപ്പുറത്തും ഇപ്പുറത്തും ഒരാളുകൾ എടുക്കാൻ പറ്റൂല. എന്തൊരു തവാളുവാണ് അല്ലേ? ശശുസ്ഥാനെ കുറിച്ച് മകൻ പറഞ്ഞില്ലേ? എന്താ പറഞ്ഞത്? വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഉസ്താദ് തന്നെ നേരിട്ട് കൊണ്ടുവരലാണ്. മീൻ മാത്രമല്ല, വീട്ടിൽ എന്തൊക്കെ ആവശ്യമുണ്ടോ ആ ഉസ്താദ് കൊണ്ടുവരലാണ്. പക്ഷെ അതിന് ചില ആൾക്കാർ ഇപ്പൊ കളിയാക്കി. വേദന നമുക്ക് ഈ വഫാത്തിന്റെ ശേഷം ചില ആൾക്കാർ പറഞ്ഞു അതൊക്കെ എന്തൊരു പണ്ഡിതന്റെ അടയാളാണോ? അടയാളാണ്. പഠിക്കണം നിങ്ങൾ. ബഹുമാനയുടെ ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി പോലെയുള്ള ആളുകൾ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയില്ലേ? ഒട്ടേറെ പണ്ഡിതന്മാർ പറഞ്ഞില്ലേ? ചില പണ്ഡിതന്മാർ പറഞ്ഞ ശൈലി നോക്കൂ നിങ്ങൾ. യഥാർത്ഥ ആലിമാണെങ്കിൽ മത്തി മാത്രമല്ല കൊണ്ടുപോകുക, മണ്ണും തലയിലേക്ക് പോകുക. ഒരു മത്തി മീൻ പിടിച്ചു പോയതിനൊക്കെ എത്ര രൂക്ഷമായിട്ട് ചില ആൾക്കാർ കളിയാക്കിയത്. പക്ഷെ ചില ആൾക്കാളുകൾ കളിയാക്കിയത് ചില ആളുകൾ, SSFന്റെ ചില മുൻ നേതാക്കന്മാരൊക്കെ പറഞ്ഞു അതാണ് യഥാർത്ഥ പണ്ഡിതന്റെ ലക്ഷണം. നമ്മളിങ്ങനെ ഉസ്താദ് ആ വണ്ടിയിൽ പോയി ഈ വണ്ടിയിൽ പോയി എന്നൊന്നും പറയരുത്, നമ്മളിഞ്ഞ് ശരി ഉസ്താദ് പോയവർക്ക് ഇങ്ങനെ പോയിന്നൊക്കെ പറയണം. അപ്പൊ ചില ആൾക്കാർക്ക് ഉസ്താദിനെ ഓട്ടോറിക്ഷയിലൊക്കെ ഇരുത്തി ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിലും വാട്സപ്പിലും ഇടാൻ തുടങ്ങി. അതൊക്കെ എല്ലാവർക്കും അറിയില്ലേ ആ ഫോട്ടോ ഒക്കെ എന്താന്നുള്ളത്? ആ കളിയുണ്ടെന്ന് ഈ സമുദായം തിരിച്ചറിയില്ലേ? എന്തിനാ അതിന്റെ പിന്നാലേക്ക് പോണത്? ഇത് ആത്മാർത്ഥമാണ്, അത് ജാടയാണ്. നിങ്ങൾ ഓട്ടോറിക്ഷ അല്ല, സൈക്കിളും ഒരാളും മറ്റാള് ബേക്കിലെത്തി പോയാലും ശരി, അതൊന്നും കോമുക്കില്ല. കാരണം സമുദായങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. സമുദായങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഇനി അഭിനയിച്ചിട്ട് കാര്യമില്ല.
അള്ളാഹു നൽകുന്ന വലിയൊരു അനുഗ്രഹമാണ് പാണ്ഡിത്യം കൂടുന്തോറും. ഒരു പാണ്ഡിത്യം കൂടുന്നത് വിജയലക്ഷണമാണ്, മനസ്സിലാക്കാനുള്ള മാർഗമാണ്. പാണ്ഡിത്യം കൂടുമ്പോ അവരിൽ തവാളു കൂടി. പണ്ഡിതന്മാരൊക്കെ ഇവിടെ നോക്കും നിങ്ങൾ, അന്നൽ അബ്ദ കുല്ലമാ സീദ ഫീ ഇൽമിഹി സീദ ഫീ തവാളുഇഹി. ഒരാളുടെ ഇൽമ വർദ്ധിക്കുമ്പോൾ ആ ഇൽമ വിജയമാണെന്ന ലക്ഷണം എന്താ? ഇൽമ വർദ്ധിക്കുന്തോറും തവാളു ഇങ്ങനെ കൂടി വരും. തന്മർക്കന്മാരോട് പാടിയാണ് എന്ത്? ഇൽമിങ്ങനെ കൂടുന്തോറും ഒരു മൂച്ചിയിൽ മാവിൽ മാങ്ങ ഉണ്ടാകും തോറും കൊമ്പിങ്ങനെ താന്നുകൊണ്ടിരിക്കും. ചർച്ചസങ്ങളുടെ ഏത് വേദിയിലും ഇങ്ങനെ തലാത്തിരിക്കുന്നുണ്ടാവും. കാളമ്പാടി ചില ആൾക്കാർക്ക് നമ്മളെ സാഹസിൽ നമുക്കെന്നെ ചിലർക്കിങ്ങനെ ആ ഫോട്ടോ എടുക്കുമ്പോൾ പുസ്തകം അങ്ങനെ ഇരുന്നെങ്കിൽ അല്ലെ നമുക്ക് ഫോട്ടോ ഒന്ന് ഷെയറായി കിട്ടാൻ. അവർക്കെന്ത് ഫോട്ടോ? നാളെ പത്രത്തിന്റെ ഫസ്റ്റ് പേജിൽ വരെയുള്ള ഫോട്ടോ പുസ്തകം ഇങ്ങനെ ഇരുന്നപ്പോ നമ്മളെന്താ കാട്ട? നമ്മൾ അങ്ങോട്ട് ആലോചിക്കുന്നാകാം. പക്ഷേ അവരെ ചിന്ത അവിടേക്കല്ല. ഈ പത്രങ്ങളിൽ വരുന്ന ഫോട്ടോ എല്ലാവരും ചിന്ത പടച്ചവനെ കുറിച്ചുള്ള ചിന്തയാണ്. ആ ചിന്ത ഇങ്ങനെ കൂടുന്തോറും ഇൽമു കൂടുന്തോറും പണ്ഡിതന്മാർ പറയുകയാണ് അവരുടെ താഴ്മ വർദ്ധിക്കുകയാണ്, അവരുടെ കാരുണ്യം വർദ്ധിക്കുകയാണ്. അമല് കൂടുമ്പോ എത്രയുണ്ട് ഇബാദത്ത് കൂടുന്നുവോ അത്ര കണ്ട് പടച്ചവനെ കുറിച്ചുള്ള പേടി കൂടുന്നതാ. കുറെ കള്ളത്തരിക്കത്ത് കിടക്കുന്നുണ്ട്, കുറെ വലിയ ഷെയ്ഖാർ നടക്കുന്ന ഓല് കുത്തുബസമാനാകും തോറും പടച്ചവനെ കുറിച്ചുള്ള പേടി ഇല്ലാതാകയാണ്. ഇതെങ്ങനെയെല്ലാം ഒരു ഇബാദത്ത് കൂടുമ്പോഴേക്ക് സുബ്ഹാനല്ലാഹ് ഒരു റക്അത്ത് അധികം നിസ്കരിക്കുമ്പോഴേക്ക് പടച്ചവനെ കുറിച്ചുള്ള പേടി വർദ്ധിക്കുകയാണ്. ാടിന്റെ മുന്നിൽ ചെന്നിരിക്കുമ്പോ ആ മുഖത്തേക്ക് നോക്കുമ്പോ നമ്മുടെ മനസ്സ് പോലും പേടിച്ചു പോവുകയല്ലേ. എന്തൊരു ചിട്ടയാണ് ഒരു സംസാരം പറയുമ്പോ. ഇന്ന് ജീവിച്ചിരിക്കുന്ന മഹാനല്ലേ സമസ്ത കേരള ജമിയത്തിലൂടെ 90-ാം വാർഷിക മഹാസമ്മേളനത്തിൽ ദുആ ചെയ്ത മഹാനായ വാവാട് എത്രത്തെ സാധനങ്ങൾ അതിന്റെ നേതൃപദവിയിലുള്ളത്. ഇതൊന്നും നിഷേധിക്കുകയോ പരിഹസിക്കുകയോ ചെയ്യണ്ട, ഇതൊന്നും കളിയാക്കണ്ട. റിഫാഷേഖിന്റെ പേരും പറഞ്ഞിട്ട് പരിപാടി സംഘടിപ്പിച്ചിട്ട് കോയക്കുട്ടിസാനൊന്നും തെറി പറയേണ്ട സഹോദര. ആക്ടിപത്ത് മോശം, അത് ഗൗരവത്തെ ചിന്തിക്കണ്ട. റിഫാഷേഖിന്റെ പേരും പറഞ്ഞിട്ട് പരിപാടി സംഘടിപ്പിക്കുക, എന്നിട്ട് കോയക്കുട്ടിസാൻ അനാവശ്യം പറയട്ടെ. ഇത്ര വേദനുണ്ട് നമുക്കിത്. ഞാനത് കേട്ടതുകൊണ്ട് ഈ പ്രസംഗം ഇവിടുത്തെ പ്രസംഗം കേട്ടതുകൊണ്ട് സത്യത്തിൽ പോലെ അല്ലെന്ന് വരില്ല. കാരണം എന്റെ അവസ്ഥ അങ്ങനെയാണ്. പക്ഷെ ഞാൻ കോയക്കുട്ടിസ്ഥാനൊക്കെ ആ രീതിയിൽ ആക്ഷേപിച്ചപ്പോൾ നമ്മുടെ മനസ്സ് പൊട്ടിപ്പോയി. എന്താണ് ഈ കേൾക്കുന്നത്? വാവാട് ഉസ്താദ് സംസാരിക്കുമ്പോൾ വായിങ്ങനെ പൊട്ടിപ്പിടിക്കും. ഒരാൾ സംസാരിക്കുമ്പോൾ വായിങ്ങനെ അടച്ചുപിടിക്കും. പേടിയാണ്. അവരൊക്കെ അടുക്കുമ്പോൾ നമ്മളൊക്കെ റബ്ബേ നമ്മുടെയൊക്കെ ജീവിതം എന്താ? അല്ലാഹു ആ മഹാന്മാരുടെ ബർക്കത്തുകൊണ്ട് ഞങ്ങൾക്ക് സ്വർഗം നൽകണേ റഹ്മാനെ. ഞങ്ങളൊക്കെ നന്നാക്കണേ റബ്ബേ. ഞങ്ങളുടെ സ്വഭാവത്തിന് മാറ്റം നൽകണേ റഹ്മാനെ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയുകയാണ്, പിന്നെയോ കുല്ലമാ സീദ ഫീ ഉംദിഹി, ഒരാളും ജീവിതത്തിൽ ആയുസ് വർദ്ധിക്കുന്തോറും ആയുസ് വർദ്ധിക്കുന്നവന്റെ വിജയമാണോ പരാജയമാണോ എങ്ങനെ മനസ്സിലാക്കുക? പണ്ഡിതന്മാർ പറയുന്നു, ആയുസ് വർദ്ധിക്കുമ്പോൾ അവന്റെ അത്യാഗ്രഹങ്ങൾ കുറയുന്നുണ്ടോ മനസ്സിലാക്കാം, അവന്റെ വിജയലക്ഷണമാണത്. അത്യാഗ്രഹങ്ങൾ കുറയുക. ഏത് പണക്കാരനെ കണ്ടാൽ എങ്ങനെ പോക്കറ്റിൽ കിടന്നും ചിന്ത വരരുത്, എങ്ങനെ പോക്കറ്റിൽ കിടന്നും ചിന്ത വരരുത്. ആ ചിന്ത വന്ന മനസ്സിലാക്കാം നമ്മുടെ ജീവിതം അത് പരാജയമാണ്. ഒന്നുകൂടി പറയാം, മറ്റൊന്ന് അത്യാഗ്രഹങ്ങൾ നോക്കിങ്ങളെ. അത്യാഗ്രഹം ശൈഖുനാ ചെർശ്ശേരി ഉസ്താദ് ഇവിടൊക്കെ ഞാൻ പറഞ്ഞ എന്തൊരു വിഷയം തന്നെ പറയേണ്ടതാണ്. ഞാൻ അനുസ്മരണ ബോർഡ് ഉണ്ടപ്പോൾ ഞാൻ ഈ വിഷയം അങ്ങനെ വന്നുപോയി, എന്റെ മനസ്സിൽ വന്നതാണ്. ശൈഖുനാ ചെർശ്ശേരി ഉസ്താദ് ദുബൈയിൽ പോയപ്പോ ഉസ്താദിന്റെ പരിപാടി കഴിഞ്ഞപ്പോ യൂസുഫ് അലി ശൈഖുനാനെ കാണാൻ MA യൂസുഫ് അലി. അപ്പൊ ആൾക്കാരൊക്കെ വലിയ ഇതിലും കൊണ്ടുവന്നു, ഉസ്താദിനടുത്ത് കൊണ്ടുവന്നിട്ട് പറഞ്ഞു, ഇത് യൂസുഫ് അലിയാണ്. ആ യൂസുഫ് അലിയ, എവിടെ വീട്? യൂസുഫ് അലി. യൂസുഫ് അലി നിങ്ങൾ തൃശ്ശൂർ ഭാഗത്താണ്. ഉടനെ തന്നെ ഉസ്താദിന്റെ എന്താ പണി? തലക്കനാക്കി എന്താ പണി? എന്താ പണിയാ? അല്ലാതെ തന്നെ ബർക്കത്ത് ചെയ്യട്ടെ. കഴിഞ്ഞു. നമ്മുടെ ആലിമിന്റെ അവസ്ഥ അങ്ങനെയാണ്. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ഈ അടുത്ത് MP സ്ഥാനെ കാസർഗോഡ് ഒരു പ്രോഗ്രാമുണ്ട്.
അപ്പൊ അവിടെ നല്ലൊരു വമ്പം മുതലാളുണ്ട്. അയാളിങ്ങനെ ഈ ആളുകളുടെ ജാട കണ്ടിട്ട് മറ്റേങ്ങനെ പെട്ടു നിൽക്കാം. നമ്മൾ ആളൊക്കെ തന്നെയാണ്, പക്ഷെ ആൾക്കിതൊന്നും അറിയില്ലല്ലോ. അപ്പൊ ഞാൻ എം ടി സാറിന് പറഞ്ഞു, അയാള് ഉസ്താദിനെ കാണുന്ന ആഗ്രഹമുണ്ട്, അവിടെ പോയിട്ട് പോരാൻ. അള്ളാഹ് ഉസ്താദിന്റെ ഹാരടക്കിയില്ലേ, അത് ശരി, അങ്ങോട്ട് പോയി പൈസ വെച്ച് രണ്ടടക്കില്ല. നമ്മൾ അതിനാണോ? അല്ല, ഭയങ്കര ഹാരം. ഞാൻ വേറൊന്നും നമ്മൾ രക്ഷാക്കിയിട്ടുണ്ടായിരുന്നില്ല. ആയുസ് കൂടുന്തോറും അത്യാഗ്രഹം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതാണ് ഒരു പണ്ഡിതന്റെ ഗുണം എന്ന് പറയുന്നത്. അങ്ങനെയല്ല ഇവിടെ അങ്ങനെയല്ല. ഒരു പണക്കാരുണ്ടെന്ന് കേൾക്കുമ്പോഴേക്ക് ചാടിക്കുത്തുകയാണ്. അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ കിടക്കുന്ന കാശുകളൊക്കെ എങ്ങനെ തന്റെ പോക്കറ്റിലേക്കാക്കാൻ കഴിയുമെന്നാണ് പലരും ചിന്തിച്ചത്. ഇനി അടുത്ത് നോക്കൂ നിങ്ങൾ. ഒരാളുടെ പദവി കൂടുന്തോറും, സ്ഥാനം കൂടുന്തോറും ആ കൂടുന്നത് അവർക്ക് അനുകൂലമാണോ, പരലോകത്ത് വിജയമാണോ അല്ലെ എങ്ങനെ മനസ്സിലാക്കുക? ഒരാൾക്ക് സമസ്തന്റെ ജനറൽ സെക്രട്ടറി ആയി, അല്ലെങ്കിൽ ഒരു നല്ല സ്ഥാനം കിട്ടിയാൽ ആ സ്ഥാനം കിട്ടിയത് അവർക്ക് ഗുണമാണോ പരാജയമാണോ എങ്ങനെ മനസ്സിലാക്കുക? പണ്ഡിതന്മാർ പറയും, നോക്കും നിങ്ങൾ, അതെങ്ങനെ മനസ്സിലാക്കുക? സ്ഥാനം കൂടുന്നതനുസരിച്ചുകൊണ്ട് അവൻ ജനങ്ങളുമായിക്കൊണ്ട് ജനങ്ങളോടുള്ള അടുപ്പം വർദ്ധിച്ചിട്ടുണ്ടോ മനസ്സിലാക്കാം, ജനകീയനാകുന്നുണ്ടോ മനസ്സിലാക്കാം. അവർക്ക് കിട്ടിയ ചില ആൾക്കാർ സ്ഥാനം കിട്ടി എങ്ങനെ, ഷെയ്ഖുനാന്റെ വണ്ടിന്റെ അടുത്ത് നിൽക്കാൻ പാടില്ല, അങ്ങനെ അടുത്ത് വരാൻ പാടില്ല, അപ്പുറത്തും പിടിച്ചിരുത്തി ജയിലിലുള്ള കാര്യങ്ങൾ കൈപിടിക്കാൻ നോക്കുന്നുണ്ടോ? അത് വന്ന് ഇറങ്ങുന്നത് കണ്ടിട്ടില്ലേ? അത് വന്ന് ഇറങ്ങുന്ന രൂപം നമ്മൾ കാണാറില്ല. ജനകീയനായി ജനങ്ങളുമായി ഒട്ടിച്ചേർന്ന് ജീവിക്കുന്നു, ഒരു വിജയലക്ഷണമാണ്. അടുത്ത പറയും നോക്കും നിങ്ങൾ, ഒരാളെ സമ്പത്ത് കൂടുമ്പോൾ ആ സമ്പത്ത് കൂടുന്നവർക്ക് വിജയമാണോ അല്ലേ എങ്ങനെ മനസ്സിലാകുക? ഒരാൾക്ക് അല്ലാഹു സമ്പത്ത് ഇങ്ങനെ വർദ്ധിച്ചു വരുമ്പോ ആ സമ്പത്ത് വർദ്ധിക്കുന്നവർക്ക് ഗുണമാണോ അല്ലേ എങ്ങനെ മനസ്സിലാക്കാം? സമ്പത്ത് കൊടുക്കുന്നുണ്ടോ മനസ്സിലാക്കാം. ആ സമ്പത്ത് നിനക്ക് ഗുണകരമാണ്. കൊടുക്കാതെ പിടിച്ചു വെക്കുന്നുണ്ടോ, കൊടുക്കാതെ മനസ്സ് കൊടുക്കാതെ തന്റെ കയ്യിൽ പിടിച്ചു വെക്കുന്നുണ്ടോ, പുഷ്കത്തരം കാണിക്കുന്നുണ്ടോ, ആ സമ്പത്ത് റബ്ബിന് കൊടുത്തത് അവന്റെ പരാജയ ലക്ഷണമാണ്. ദീനിന് കൊടുക്കാൻ കഴിയുന്നുണ്ടോ? അല്ലാത്തൊരു സമ്പത്ത് ചില ആൾക്കാരെങ്ങനെയുണ്ട്, പൈസക്ക് ഉണ്ടാവും. പൈസ ഉണ്ടായതെങ്ങനെ? ഗൾഫിലൊക്കെ പോയി കാശുണ്ടായി. ഗൾഫിക്ക് പോകുമ്പോൾ പള്ളിക്ക് ഒരു ഉസ്താദേ ഒന്ന് കേർക്കൊണ്ടു, ഞാൻ ഗൾഫിക്ക് പോവുകയാണ്, ആ കുട്ടികൾക്കൊന്ന് രാത്രി പറഞ്ഞുകൊണ്ട് കുത്തുബിയത്തൊക്കെ നമുക്ക് ചെല്ലണം, അങ്ങനെ കുത്തുബിയത്തൊക്കെ ചെല്ലി ഉസ്താദൊക്കെ മനസ്സ് പൊട്ടി ദ്വേർന്ന് ഗൾഫ് പോയി തിരിച്ചുന്ന കുത്തുബിയത്ത് ശിർക്ക് ഇങ്ങനെ പോകുമ്പോൾ ഒരു ആവശ്യമില്ല. പിന്നെ അവന്റെ മനസ്സൊക്കെ ജനങ്ങളിൽ നിന്ന് അകലുന്നു. സമ്പത്ത് പിടിച്ചു കൂട്ടി സമ്പത്തിന്റെ പിന്നാലെ അങ്ങനെ ആക്രാന്തം കാണിച്ചെടുക്കണം. അതൊരാൾക്ക് സമ്പത്തുണ്ടായാൽ ആ സമ്പത്ത് നിനക്ക് പരാജയമാണെന്നുള്ളതിന്റെ ലക്ഷണമാണ്. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ഇപ്പൊ സന്ദർഭമായിട്ട് ബക്കറ്റിന് പോയി അവിടെ നല്ല പ്രിയമുള്ളവരെ, നല്ല സംഖ്യ എല്ലാവരും നമ്മളെ പരിപാടിക്ക് വലിയൊരു ബാധ്യത നമുക്കറിയാലോ. അള്ളാഹു നമുക്ക് നൽകിയ സമ്പത്താണ്. ഇതൊക്കെ ഇന്ന് കണ്ടു. ഞാൻ ഈ കഴിച്ച എന്റെ മഹിളൊരു സഹോദരി, അദ്ദേഹത്തിന്റെ ഭർത്താവ് നല്ലൊരു മനുഷ്യനാണ്. ആ സഹോദരി റോഡ് മുറിച്ചെടുക്കും പെട്ടെന്ന് ഒരു കാർ വന്ന് അടിച്ചു മരണപ്പെട്ടു. അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുയുടെ കബറിനെ സന്തോഷത്തിലാക്കട്ടെ. ഇതൊക്കെയുള്ളൂ നമ്മുടെ ജീവിതം. ഇന്ന് കണ്ടു നല്ലൊരു സംഖ്യ. അങ്ങനെ സ്പീഡിലൊന്നും പോയൊരു മനുഷ്യൻ തരൂല. പൈസ വേണമെങ്കിൽ നിങ്ങൾ ഓരോന്ന് പരിഗണിക്കണ്ടേ. എല്ലാവരും നല്ലൊരു സംഖ്യ. ഈ പരിപാടിക്ക് വലിയൊരു ബാധ്യത ഉണ്ടെന്ന് മനസ്സിലാക്കി നിങ്ങളൊക്കെ ഒന്ന് സഹായിക്കാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത്, ഒരു ഉഹ്റവിയായ പണ്ഡിതനുണ്ടാവേണ്ട എന്തൊക്കെ ലക്ഷണങ്ങളുണ്ടോ ആ എല്ലാ ലക്ഷണങ്ങളും ഒത്തിണങ്ങിയ മഹാന്മാരായ പണ്ഡിതന്മാരായിരുന്നു സമസ്ത ആലിമീങ്ങളൊക്കെ. ശിർസാൻ മാത്രമല്ല, കഴിഞ്ഞുപോയ പണ്ഡിതന്മാർ ഓരോന്നും എടുത്തു നോക്കും നിങ്ങൾ. ഏത് പണ്ഡിതന്മാരെടുത്ത് പരിശോധിച്ച് നോക്കിയാലും അവരൊക്കെ ഉഹ്റവിയായ പണ്ഡിതന്മാരാണ്. കണ്ണീത്തുസ്താദ് അല്ലേ, ആ ഒരു ജീവിതമുണ്ടായിരുന്നു. ശംസുൽ ഉലമ എന്തായിരുന്നു അവർക്കുള്ള ജീവിത രീതി? ഇന്ന് പലരും പഠിക്കേണ്ടതാണെന്ന്. ഇന്ന് ചില പണ്ഡിതന്മാരുടെ സ്വഭാവം എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഭരണാധികാരികളെ പിന്നാലെ നടക്കുന്ന പണ്ഡിതന്മാരാണ് ഏറ്റവും മോശപ്പെട്ട പണ്ഡിതന്മാർ.
മഹാനായ സയ്യിദ് മുസ്ലിം റളിയല്ലാഹു വാക്ക് കുറച്ചുകൂടി കിടക്കുമ്പോൾ വാക്കാണ്. സയ്യിദ് റളിയല്ലാഹു പറയുന്നത് ഇദാ റഅയ്തുൽ ആലിം യഖ്ശൽ ഉമറാ ഫഹ്ദറൂ മിൻഹു ഫഇന്നഹു ലിസ്ൻ. ഒരു പണ്ഡിതൻ വല്ലാതെ ഇങ്ങനെ ഉമറാക്കളെ പിന്നാലെ നടക്കുന്നുണ്ടെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, അവനെ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളും, അവനെ സൂക്ഷിക്കണം. ഫഇന്നഹു ലിസ്ൻ. സയ്യിദ് മുസ്ലിം റളിയല്ലാഹു പറയാണ്, അവൻ കള്ളനാണ്. ഇതിലും വലിയ വാക്കെന്താ പറയാ? ഞാൻ ഉദ്ധരിച്ചല്ലോ കേട്ടോ, നീ നാളെ എന്നിട്ട് പറയരുത് ഞങ്ങൾ അങ്ങനൊക്കെ പറഞ്ഞു. സയ്യിദ് മുസ്ലിം റളിയല്ലാഹു പറയാണ്, ഒരു പണ്ഡിതൻ വല്ലാതെ ഭരണാധികാരികളെ പിന്നാലെ നടക്കുന്നത് കണ്ടാൽ ഉറപ്പിച്ചുകൊള്ളണം, അവൻ കള്ളനാണ്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ, അള്ളാഹു നമ്മൾക്ക് കാത്തിരക്ഷിക്കട്ടെ. ശംസുൽ ഉലമ നിങ്ങൾക്കറിയോ, ലക്ഷദ്വീപിൽ സയ്യിദ് സാഹിബ് മന്ത്രിയായ സമയം, സയ്യിദ് സാഹിബ് എന്ന് പറഞ്ഞാൽ കേവലം ഒരു രാഷ്ട്രീയക്കാരനല്ല, സയ്യിദ് സാഹിബ് നല്ലൊരു മനുഷ്യനായിരുന്നു, ഒരു കോൺഗ്രസിന്റെ നേതാവായിരുന്നു. അതിലുപരി അദ്ദേഹം നല്ലൊരു മനുഷ്യനായിരുന്നു. തഹജ്ജുദ് പോലും അദ്ദേഹത്തിന് മുടങ്ങാറില്ല. അങ്ങനത്തെ രാഷ്ട്രീയക്കാരൊക്കെ ഒന്ന് കിട്ടുമോ? തഹജ്ജുദ് മുടങ്ങാറില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ചോ അദ്ദേഹത്തിന്റെ അധികാരത്തെക്കുറിച്ച് പേടില്ല. അത് അന്തസ്സോടെ കാര്യം പറയുന്നത്. ലക്ഷദ്വീപ് അദ്ദേഹം എപ്പോഴും പറയും, ഞാൻ സമസ്തക്കാരനാണ്, ഞാൻ ശംസുൽ ഉലമയുടെ സമസ്തക്കാരനാണ്. ചില ആൾക്കാർക്കൊക്കെ തെരഞ്ഞെടുപ്പ് വരുമ്പോഴേക്കും സമസ്ത പറയുമ്പോൾ പേടിയാ, വോട്ട് പോയാലോ, എന്ത് ഓട്ട ചെങ്ങന്മാരെ, അള്ളാഹിന്റെ ദീന് വിട്ടിട്ടുള്ള എന്ത് വോട്ട്, എന്ത് സ്ഥാനം കിട്ടിയിട്ട് എന്ത് കാര്യം, അള്ളാഹുവിന്റെ ദീൻ നഷ്ടപ്പെടുത്തി എന്ത് സ്ഥാനം കിട്ടിയിട്ട് എന്ത് കാര്യം. അദ്ദേഹം അന്തസ്സോടെ പറയാറുണ്ട്, ഞാൻ സമസ്തക്കാരനാണ്, ശംസുൽ ഉലമയുടെ സമസ്തക്കാരനാണ്. ഇങ്ങനെ എതിരാളികൾ ലക്ഷദ്വീപിൽ BJP അടക്കമുള്ള എല്ലാവരെയും കൂട്ടുപിടിച്ച് സയ്യിദ് സാഹിബിനെ പരാജയപ്പെടുത്തി. സയ്യിദ് സാഹിബ് മത്സരിക്കുമ്പോൾ ശംസുൽ ഉലമയോട് വന്നിട്ട് പറഞ്ഞു, ഷെയ്ഖുന ദുആ ചെയ്യണം, ജയിക്കാൻ വേണ്ടി ദുആ ചെയ്യണം. ശംസുൽ ദുആ ചെയ്തില്ല. ശംസുൽ പറഞ്ഞു, സയ്യിദ് സാഹിബ് താങ്കൾ ധൈര്യത്തോടെ പോവുക, താങ്കൾ മന്ത്രിയാണ്. തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നു ഷെയ്ഖുന പറഞ്ഞില്ല, അതിനോട് വേർന്നുമില്ല, താങ്കൾ മന്ത്രിയാണ്. അത് നാട്ടിലാകെ പാട്ടായി ശംസുൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ തെരഞ്ഞെടുപ്പിൽ സയ്യിദ് സാഹിബ് പരാജയപ്പെട്ടു. സയ്യിദ് സാഹിബ് പരാജയപ്പെട്ടപ്പോ ലക്ഷദ്വീപിൽ ആകെ മറുഭാഗം കോളിളക്കം സൃഷ്ടിച്ചുകൊണ്ട് കളിയാക്കി. എന്ത് ശംസുൽ ഉലമ, ശംസുൽ ഉലമയുടെ കറാമത്ത് പൊളിഞ്ഞില്ലേ? എന്നോട് സയ്യിദ് സാഹിബിന്റെ മകൻ അബ്ദുള്ള സയ്യിദ് എന്നോട് നേരിട്ട് പറഞ്ഞ, കഴിഞ്ഞ ലക്ഷദ്വീപിലെ MP കൂടിയായിരുന്നു അബ്ദുള്ള സയ്യിദ്. ബഹുമാനായ പാണക്കാട് സയ്യിദിലെ ശാബ്ദങ്ങളും അബ്ദുള്ള സയ്യിദ് ഒക്കെ ഞങ്ങളൊരു ബോട്ടിലൂടെ അകത്ത് ദ്വീപിലേക്ക് യാത്ര ചെയ്യുമ്പോൾ അബ്ദുള്ള സയ്യിദ് എന്നോട് നേരിട്ട് പറഞ്ഞു, ലക്ഷദ്വീപിൽ ആ കോളിളക്കം സൃഷ്ടിച്ചു. എല്ലാവരും പറഞ്ഞു, ശംസുൽ ഉലമക്ക് എന്ത് കറാമത്ത്. എന്റെ ബാപ്പ തോറ്റതിനേക്കാൾ ഉപരി എന്റെ ബാപ്പയേക്കും വേദനിപ്പിച്ചൊരു സമയമായിരുന്നു. ശംസുൽ ഉലമയെ കുറിച്ച് എല്ലാവരും പറഞ്ഞപ്പോൾ ഭയങ്കര വിഷമമായി. അങ്ങനെ വിഷമത്തോടെ സയ്യിദ് സാഹിബ് റൂമിലിരിക്കുമ്പോഴാണ്, വീട്ടിലിരിക്കുമ്പോഴാണ് സോണിയാഗാന്ധി വിളിക്കുന്നു, സയ്യിദ് സാഹിബ് എത്രയും പെട്ടെന്ന് ഡൽഹിയിലേക്ക് വരണം. സയ്യിദ് സാഹിബ് ചോദിച്ചു, ഞാൻ എന്തിനാ വരും, ഞാൻ തോറ്റിരിക്കുകയാണല്ലോ. ഉടൻ തന്നെ മറുപടി, നിങ്ങൾ വരണം, നിങ്ങളെ ക്യാബിനറ്റിൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ചിരിക്കുന്നു, മന്ത്രിയാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. നിങ്ങൾ അറിയണം, ചില ആൾക്കാരൊക്കെ പൊന്നാനി മത്സരിപ്പിച്ച് വാ MP എന്നൊക്കെ പറഞ്ഞു, അത് ഓ MP ആയി, അത് MP ആയില്ല, ഒന്നും ആയില്ല. ഇത് ശംസുൽ ഉലമ പറഞ്ഞിട്ടുള്ളത്. ശംസുൽ ഉലമ പറഞ്ഞു, സയ്യിദ് സാഹിബ് അബ്ദുള്ള സയ്യിദ് പറയാ, വാപ്പത് കേട്ട് തരിച്ചുപോയി. കാരണം ഉന്നതരായ കോൺഗ്രസിലെ പല നേതാക്കന്മാരും വമ്പിച്ച ഭൂരിപക്ഷത്തിൽ ജയിച്ചുകൊണ്ടിരിക്കുന്നു. തോറ്റ് എന്നെ വിളിച്ച് സോണിയാഗാന്ധി പറയുന്നു, നിങ്ങൾ മന്ത്രിയാണ്. എന്റെ മനസ്സോടിയത് ഇപ്പൊ പറഞ്ഞത്രേ, ശംസുൽ ഉലമയുടെ കറാമത്താണ്. അങ്ങനെ കേന്ദ്രമന്ത്രിയായ ഉടനെ സയ്യിദ് സാഹിബിന്റെ നേരെ വരുന്നത് മഹാനായ ശംസുൽ ഉലമയുടെ അടുക്കലേക്കാണ്. മഗ്രിബിന്റെ സമയമാണ്. ശംസുൽ ഉലമ മഗ്രിബിന്റെ സമയം, മഗ്രിബ് കഴിഞ്ഞാൽ അധിക സമയം ഇബാദത്തിലും ദിക്റും കഴിഞ്ഞു വരുന്ന സമയമാണ്. സയ്യിദ് സാഹിബ് ബുദ്ധിമുട്ടിക്കാൻ പോയില്ല, പുറത്തിരുന്നു. ഷെയ്ഖുന ദിക്റും ഇബാദത്തുമെല്ലാം കഴിഞ്ഞ് ഇശാ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോഴാണ് സയ്യിദ് സാഹിബ് ചെല്ലുന്നത്. അതാണ് യഥാർത്ഥ ആലിം. ഭരണാധികാരിയുടെ പിന്നാലെ പോകുന്നവനല്ല ആലിം. സയ്യിദ് മുസയ്യിബ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഭരണാധികാരിയുടെ പിന്നാലെ, ഭരണകർത്താക്കളുടെ പിന്നാലെ തീരെ പോകണ്ടെന്നൊന്നുമല്ലേ പറയുന്നത്. അതൊരു തൊഴിലാക്കി മാറ്റി, ഞങ്ങൾക്ക് ആര് ഭരിച്ചാലും വേണ്ടില്ല, ഞങ്ങൾ വല പിടിക്കും, ചാക്കിലിടും, ഞങ്ങൾ നേടിയെടുക്കും എന്നൊക്കെ പറഞ്ഞ് മുദ്രാവാക്യം വിളിച്ച് നടക്കാറുണ്ട്. അങ്ങനെ നടക്കുന്നവനെ കണ്ടാൽ മനസ്സിലാക്കണം, അവൻ എന്ന് പറഞ്ഞാൽ കള്ളനാണ്. ഞാൻ പറഞ്ഞതല്ല, സയ്യിദ് മുസയ്യിബ് റളിയല്ലാഹു അൻഹു. അല്ലാഹു നമ്മെ കാത്തിരക്ഷിക്കട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന ഇന്നലകളിൽ കഴിഞ്ഞുപോയി നമ്മുടെ ആലിമീങ്ങൾ, സാദാത്യങ്ങൾ, മഹത്തുക്കൾ, അവരൊക്കെ നല്ലവരായിരുന്നു. ഒരു ഉഹറവിയായ പണ്ഡിതന് പറയാൻ പറ്റുന്ന ഗുണങ്ങൾ എന്തൊക്കെയുണ്ടോ എല്ലാ ഗുണങ്ങളും ഒത്തണങ്ങിയവരായിരുന്നു.
അല്ലെ ഇവരല്ലാരട്ടെ, ഇവരെന്തേ പറയുള്ളൂ? ജീവിച്ചിരിക്കും പറയുന്നത് ശരിയല്ലാതെ, മരിച്ചെന്താ പറയുന്നത്? ഇതൊക്കെ നല്ലൊരു ദോഷം. ഇപ്പൊ സൈനുലമനെ കുറിച്ച് ഇപ്പോ ഈ അടുത്ത് നിങ്ങൾ ക്ലിപ്പ് കിട്ടില്ലേ? ഇയാൾ പ്രസംഗിച്ചെന്താ? ചെർശ്ശേരി ഉസ്താദ് നല്ല പണ്ഡിതനായിരുന്നു. ഇവിടെയും പറഞ്ഞല്ലോ, ഇവിടെയും പറഞ്ഞെന്താ? ചെർശ്ശേരി ഉസ്താദ് വലിയ പണ്ഡിതനാ, അദ്ദേഹത്തിന്റെ പാണ്ഡിത്യമൊക്കെ ഭയങ്കരമാണ്. അതൊക്കെ ഇപ്പോഴല്ലേക്ക് തോന്നി. എനിക്കറിയല്ലോ, നിങ്ങളപ്പോ ഞാനുണ്ടായിരുന്നല്ലോ ഒരു കാലത്ത്. ഞാനിവരൊപ്പം ഉണ്ടായിരുന്നു. ഷെയ്ഖുനാന്റെ ആ തലാഖ് വിവാദത്തിലാണ് ഞാനിവരെ തലാക്കില്ല. തലാഖ് വിവാദം ഉണ്ടായല്ലോ, വളവരും തലാഖ്, ഇസ്വാന്റെ തലാഖ് ഉണ്ടായല്ലോ, ഒരു വളവരും തലാഖാനും തലാഖ്. ആ തലാഖുണ്ടായ സമയത്ത് ഞാനന്ന് പുത്തമ്പള്ളി അഷ്റഫിൽ പഠിക്കുന്ന സമയം. അങ്ങനെ അന്ന് ഈ വിശദീകരണത്തിന് വേണ്ടി ഞങ്ങൾ കൊണ്ടുവന്ന് പേരോട് തിരുമാസക്കാപ്പിയാണ്. പേരോട് എന്നിട്ട് പറഞ്ഞു, അന്തി താലിക്കും എന്ന് പറഞ്ഞാൽ തലാഖ് സംഭവിക്കൂലേ? സംഭവിക്കും. സംസ്ഥക്കാരെ എന്താ? ഫായിലില്ലെങ്കിൽ തലാഖ് സംഭവിക്കൂല. അപ്പൊ അന്തി താലിക്കുന്നിടത്ത് എവിടെയാ ഫായില്? ഞങ്ങളൊക്കെ അല്ലാഹു അക്ബർ ആവേശത്തേക്ക്. നമ്മക്കറിയില്ലത് പൊട്ടത്തരാണെന്ന് അറിയില്ലല്ലോ. പിറ്റേ ദിവസം നാട്ടുകിസ്ത വന്നു. നാട്ടുകിസ്ത പറഞ്ഞു, മൂല്യരെ ഫായിൽ വേണമെന്ന് പറഞ്ഞത് ഫീലിയ ജുംലയിലാണ്. ഫീലിയ ജുംലയിലേ ഫായിൽ ഉണ്ടാവുള്ളൂ. അന്തി താലിക്ക് എന്ന് പറഞ്ഞാൽ അന്തി എന്നുള്ള മുബത്തതയാണ്, താലിക്ക് എന്നുള്ള ഖബറാണ്. മുബത്തി ഖബറും കുടിക്കുന്ന ഇസ്മിയ ജുംലയാണ്. ഇസ്മിയ ജുംലയിൽ ഫായിൽ ഉണ്ടാവില്ലല്ലോ. ഇത് പറഞ്ഞു തരാൻ ഒരു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായ നാട്ടിക തന്നെ മൂസ തന്നെ വരേണ്ടി വന്നല്ലോ. നമ്മളൊക്കെ ചപ്പി മുഖം താത്തി പഠിച്ചോനെ, മറ്റാൾ ഇന്നലെ വെറുതെ പറ്റിച്ചാൽ നമ്മളെ. അതോടെ നമ്മൾ ഒരു തലാക്കില്ല. ബഹുമാനായ ചെർശ്ശേരി ഉസ്താദിന് അന്ന് ഇവർ പറഞ്ഞ വാക്ക് എനിക്ക് ഓർമ്മയുണ്ട്. അന്ന് ആ വേദിയിൽ, ഇവരുടെ വേദിയിൽ വേറൊരാൾ പ്രസംഗിച്ചു. അദ്ദേഹം ചെർശ്ശേരി ഉസ്താദിനെ കുറിച്ച് പറഞ്ഞ വാക്ക് എന്നും എന്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്നു. ഞാനന്ന് അവരൊപ്പം കൂടിയിരുന്നെങ്കിലും ഒരു വാക്ക് പോലും നമ്മുടെ ആലിമീനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടില്ല. നമ്മുടെ സയ്യിദന്മാരെ കുറിച്ച് ഞാൻ ആകെ കൂടാൻ കാരണം സുന്നത്ത് ജമാഅത്ത് അവിടെ മനസ്സിലാക്കി കൂടിയതാണ്. ഇവരെല്ലാം സുന്നിങ്ങനെ കയറിയിട്ട് സ്റ്റേജിൽ സുന്നത്ത് ജമാഅത്താറിന്റെ കാര്യമല്ല. അപ്പൊ ചെറുപ്പം മുതൽ എനിക്ക് സുന്നത്ത് ജമാഅത്ത് പ്രസംഗിക്കാൻ പറയാൻ ഭയങ്കര താല്പര്യം. പക്ഷെ ദർസിൽ പഠിക്കുന്നതൊക്കെ അങ്ങനെയാണ്. അപ്പൊ അത് കേട്ടിട്ട് കൂടി വെച്ചതാണ്. പക്ഷെ അന്ന് ഒരു സഹോദരൻ ആണ് പ്രസംഗിച്ചത്, വ്യഭിചാരത്തിന് ഫത്വ കൊടുത്ത ആളാണ് ചെർശ്ശേരി സയ്യിദ് മുസ്ലിയാർ. അതുകൊണ്ട് സൈനുൽ ഉലമ എന്നല്ല പറയേണ്ടത്, സിനുൽ ഉലമ എന്നാണ് പറയുന്നത്. എത്ര ഗുരുതരമായ വാക്കുകളൊക്കെയാണ്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. എന്നിട്ടിപ്പ പറയാ ചെർശ്ശേരി ഉസ്താദ് വലിയ മഹാനാണ്. ഒരാൾ പ്രസംഗിച്ചെന്താ, ഞാൻ ചെർശ്ശേരി ഉസ്താദിന്റെ ശിഷ്യനാണ്. ഉസ്താദ് എപ്പോഴും പറയാറുണ്ട്, എ പി ഉസ്താദ് കാര്യപ്പെട്ട മഹാനാണ്, എനിക്ക് എപ്പിനോട് താല്പര്യം, പിന്നെ കുടുംബപരമായ ചില പ്രശ്നം കൊണ്ട് ഞാൻ സമസ്തിന്ന് പോരാതെ അവിടെ നിൽക്കാണ്. എങ്ങനെയുണ്ട് നിങ്ങൾ ആലോചിച്ചു? ഈ കല്ല് വെച്ച് കളവ് എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ ഇങ്ങനെയൊക്കെ പറയുന്നുള്ളത് ഇത് മനുഷ്യർക്ക് പറയാൻ കഴിയുന്നുണ്ടല്ലോ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. നിങ്ങൾ ചിന്തിക്കുക, ഇങ്ങനെ നമ്മുടെ കിടഞ്ഞുപോയ ഓരോ ആലിമീങ്ങളും ഓരോ സാദാത്യങ്ങളെടുത്ത് പരിശോധിച്ചാൽ അവരൊക്കെ ഉഹ്റവിയായ ഒരു പണ്ഡിതന് വേണ്ടുന്ന എല്ലാ ഗുണങ്ങളും ഒത്തിണങ്ങിയ മഹാരഥന്മാരായ പണ്ഡിതന്മാരായിരുന്നു. ആ പണ്ഡിതന്മാരെ കുറിച്ചാണ് ഇവരെന്താ പറഞ്ഞത്? നിങ്ങൾ സമസ്ത പുലർത്തി പോകുന്ന സമയത്ത് ഇവർ പറഞ്ഞ വാക്കെന്താ? ആലിമീങ്ങളെ കുറിച്ച് ഇവർ പറഞ്ഞ വാക്കെന്താ? അവർക്കൊന്നും തിരിഞ്ഞിട്ടില്ല, അവർക്കൊന്നും മനസ്സിലായിട്ടില്ല. അവരൊക്കെ പൊട്ടന്മാർ എന്നല്ലേ ഉപയോഗിച്ചത്. ഇവരെന്താ പറഞ്ഞത്? ഇവരിറങ്ങിപ്പോകുമ്പോൾ കേവലം 6 ആളുകളാണ് ഇവർക്ക് വേണ്ടി പിന്നീട് ഒത്താശ പാടാനുണ്ടായത്. ബാക്കി 34 ആളുകളും സമസ്തയിലെ 34 ആളുകളും ഈ ഭാഗത്ത് ഉറച്ചു നിന്നപ്പോ ഇവരെന്താണ് പ്രസംഗിച്ചത്? ഒരു നാട്ടിൽ 100 ആളുകളുണ്ടായി, 98 പേരും പൊട്ടന്മാരാണെങ്കിൽ 2 പേര് ഹക്കിന്റെ ആൾക്കാരുണ്ടെങ്കിൽ ആ 2 പേരെ കൂടല്ലേ നമ്മൾ നിൽക്കുന്നത്? 98 പേരും പൊട്ടന്മാർ. ആരാ പൊട്ടന്മാർ? കണ്ണിയത്ത് ഉസ്താദ്, സുബ്ഹാനല്ലാഹ്, ചെർശ്ശേരി ഉസ്താദ്, സുബ്ഹാനല്ലാഹ്. നിങ്ങൾ ആലോചിച്ചോളെ, അന്നത്തെ പണ്ഡിതന്മാരൊക്കെ കണ്ണിയത്ത് ഉസ്താദ് ഒന്ന് മഹാനായ കണ്ണിയത്ത് ഉസ്താദിനെ പോലെ തന്നെ ശംസുൽ ഉലമ, ഈ ഇറങ്ങിപ്പോയ വ്യക്തിയുടെ ജീവാത്മാവും പരമാത്മാവായ വ്യക്തിയുടെ ഉസ്താദായ കെ അസ്റത്ത്, ഇങ്ങനെ എണ്ണി നോക്കുമ്പോൾ എത്ര നല്ല മഹാന്മാരാണ് അക്കാലത്തുള്ളവർ. ആ മഹാരഥന്മാരായ പണ്ഡിതന്മാരെ കുറിച്ച് ഇവരെ കൂട്ടത്തിലൊരു വിദ്വാൻ പ്രസംഗിച്ചെന്താ അറിയോ? ഭൂരിപക്ഷം അവർക്കുണ്ട് ചെറുതിനാളെ കുട്ടികൾ പൊട്ടന്മാരാണെങ്കിൽ കേൾക്കും നിങ്ങൾ പറയുന്നത് കേൾക്കും. 98 പൊട്ടന്മാർ, 2 ബുദ്ധിമാന്മാർ. അപ്പൊ ഭൂരിപക്ഷം ഈ പൊട്ടന്മാർക്കാണ്. ഈ പൊട്ടന്മാരായ 98-ന് 2 ബുദ്ധിമാന്മാർ, അറിവുള്ളവർ
ചരിത്രം പഠിച്ചവരും ദീൻ പഠിച്ചവരുമായ രണ്ടാളുകൾക്ക് വിരകൽപ്പിച്ചാൽ ഈ 98 പൊട്ടന്മാരിൽ ഭൂരിപക്ഷമാണ് വേണ്ടത് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് പണ്ഡിതസഭ പോവുകയാണെങ്കിൽ ഈ പണ്ഡിതസഭയുടെ അധ്യക്ഷ കസേരയിൽ ഇരിക്കുന്നതിന് ഞാൻ അല്ലാഹുവിനെ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് താജുൽ ഉലമ അവിടെ നിന്ന് ഇറങ്ങിപ്പോരേണ്ടി വന്നത്. എന്റെ പറഞ്ഞത് 98 പൊട്ടന്മാർ. എന്നിട്ട് ഇവിടെ വന്നൊരു മൗലവി പ്രസംഗിച്ചെന്തറിയോ, ഞങ്ങൾ ആരും ഒന്നും പറയാറില്ല, ഒരു ആലിമിനെ ഞങ്ങൾ ചീത്ത പറയാറില്ല. അയാൾ പറയാനേ ഞാൻ ഇന്നവർക്ക് ഒരാളിൽ തെറി പറഞ്ഞിട്ടില്ല. അവിടെ പ്രസംഗിച്ചതാണ്. കഴിയുന്നുണ്ടല്ലോ ഇങ്ങനെയൊക്കെ ഒരു മനുഷ്യനെ കളവ് പറയാൻ. എങ്ങനെ ഇതൊക്കെ സാധിക്കുക? ഞാൻ പറഞ്ഞൊരു വിഷയത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ എങ്ങനെ പറയും? കാരണം പഴയ കാലല്ലോ എല്ലാം റെക്കോർഡാക്കപ്പെടുന്ന കാലഘട്ടമല്ലേ. അങ്ങനെ പണ്ടൊക്കെ റക്കീബ് അത്തിഥയെ രേഖപ്പെടുത്തുന്നല്ലേ പറഞ്ഞുള്ളൂ. ഇന്ന് അങ്ങനെയല്ല, ഒക്കെ ക്ലിപ്പാ. രേഖപ്പെടുത്തപ്പെട്ടില്ലേ? ഇവിടെ ഒന്നൊരു മൗലവി പ്രസംഗിച്ചോട്ടുന്നത് അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ ഒന്നും പറഞ്ഞിട്ടില്ല. ഓഡിയോ പ്രസംഗത്തിന് എനിക്കൊന്ന് ഓഡിയോ അയച്ചത്, ഓഡിയോ പ്രസംഗം വന്ന ആളുടെ ഫോട്ടോ ആളെ മനസ്സിലാക്കാൻ ഇട്ടിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു കേട്ടു. ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മുൻഗാമിയെ ഓർക്കുക എന്നത് മതത്തിന്റെ ഒരു ഭാഗമാണ്. ഇസ്ലാം ബഹുമാനത്തിന്റെയും സ്നേഹത്തിന്റെയും ആദരവിന്റെയും മതമാണ്. ഇസ്ലാമിൽ ഒരിക്കലും തെറി പറയുക, ചീത്ത പറയുക അങ്ങനൊരു സംഗതിയെ ഇസ്ലാമിലില്ല. അങ്ങനെ പറയുന്നവരെല്ലാം ഇസ്ലാമിനുമായി എന്തെങ്കിലും ഇസ്ലാമിനോട് അനുഭവമുള്ള ആൾക്കാർക്ക് അത് പറയാൻ കഴിയും. ചീത്ത പറയാനുള്ള ഇസ്ലാമോട്ടൊരു ബന്ധമില്ലാത്ത, ഇസ്ലാമിനോട് യാതൊരു യോജിപ്പില്ലാത്ത ആളുകളെ ചീത്ത പറയുള്ളൂ, തെറി പറയുള്ളൂ. അപ്പൊ ഇത് കേൾക്കുന്ന ഇവിടെ സാധാരണക്കാരെന്താ മനസ്സിലാക്കുക? ഇയാൾ സുബ്ഹാനല്ലാഹ് അങ്ങനെ കാര്യപ്പെട്ട ആളിന് ഒരാളെ ഒന്നും പറയാത്ത ആള്. എന്നിട്ട് ഞാൻ അയാളെന്ന് പറഞ്ഞിട്ടുള്ളൂ. ഞാനിവിടെ എത്തോട്ടും പ്രസംഗിച്ചിട്ട് പലവട്ടോട് വന്നിട്ടില്ലേ. അപ്പൊ ഞാൻ എന്തെങ്കിലും ആരും പറഞ്ഞിട്ടുണ്ടോ? ഞാൻ ഒരാളും തെറി പറയാറില്ല, അതൊന്നും എനിക്കറിയില്ല, തെറി പറയാറൊന്നും അറിയില്ല. ആർക്ക്? സുബ്ഹാന ജല്ലാൽ. ഞാനൊക്കെ ദർസിൽ പഠിക്കുന്ന കാലത്ത് കാര്യമായിട്ട് കേട്ടു വളർന്ന ഈ സാധനങ്ങളല്ലേ. അറിയില്ലേ നമുക്ക് ഒരു നന്നായിട്ട്? ആര്? വടശ്ശേരി അസംസ്ലിയ. ഞാൻ പേര് പറയുന്നത് അയാളെ കുറ്റപ്പെടുത്താനല്ല, ആളെ മനസ്സിലാക്കാനാണ്. നമ്മൾ ആരും കുറ്റപ്പെടുത്തലോ വ്യക്തിത്വം നടത്തലല്ല, ആളെ മനസ്സിലാക്കാൻ വേണ്ടി പറയാം. ഇവിടെ ഒന്ന് പ്രസംഗിച്ചതാണ്, തെറി പറയാറേ ഇല്ല. കേൾക്കുന്നു? യാത്രയാണ് ഞാനപ്പോൾ എത്രാമത്തെ പൊളിഞ്ഞു ഏതെങ്കിലും ഒരാളെ വ്യക്തിപരമായി ഞാൻ ഇവിടെ എത്തോട്ടം പ്രസംഗിച്ചിട്ടുണ്ട്, ഞാൻ എവിടെയൊക്കെ പ്രസംഗിച്ചിട്ടുണ്ട്, ഞാൻ ആരെങ്കിലും ഒരു വ്യക്തിഹത്യ നടത്തിയിട്ടുണ്ടോ, ആരെങ്കിലും ചീത്ത പറഞ്ഞിട്ടുണ്ടോ? നമുക്കുണ്ടോ ഇല്ലോ നോക്കാം. അയാൾ പറഞ്ഞ സ്ഥിതിക്ക് അയാൾ ഉണ്ടോന്ന് ചോദിച്ചത്, നമുക്ക് ഉണ്ടോ ഇല്ലോ നോക്കിക്കാം. അത് നമ്മൾ ചെയ്യണ്ടേ? അയാൾ പറഞ്ഞ സ്ഥിതിക്ക് അയാൾ ഉണ്ടോന്ന് അയാൾ ചോദിച്ചത്. അപ്പൊ ഉണ്ടെങ്കിൽ ഉണ്ട് അറിയാം, ഇല്ലെങ്കിൽ ഇല്ല അറിയാം. നിനക്കറിയുമോ മഹാനായ റഈസുൽ ഉലമാ കാളമ്പാട് ഉസ്താദ്, എന്റെ പ്രിയപ്പെട്ടവരെ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രസിഡന്റ് പദവിയിലേക്ക് കാളമ്പാട് ഉസ്താദിനെ നിയമിക്കപ്പെട്ട സമയത്ത് കോഴിക്കോട് മുതലക്കുളം മൈതാനിൽ വെച്ചുകൊണ്ട് ഒരു യോഗം ചേർന്നപ്പോ ആ യോഗത്തിൽ കാളമ്പാട് ഉസ്താദിനെ കുറിച്ച് ഈ വ്യക്തി പറഞ്ഞ വാക്കെന്തെന്നറിയുമോ? കേളാരി കമ്പനിക്ക്, മോരി കമ്പനിക്ക് കാള പ്രസിഡന്റായിരിക്കുന്നു. ആരാ കാളമ്പാട് ഉസ്താദ്? എത്ര ബദ്ധതയോടുകൂടെ, ഭക്തിയോടുകൂടെ, പടച്ചവനെ പേടിയോടുകൂടെ ജീവിക്കുന്നൊരു പണ്ഡിതനാണ്. സഹീഹുൽ ബുഖാരി എഴുതി കൊടുക്കുമ്പോ രണ്ട് പ്രിയപ്പെട്ട മക്കൾ മരണപ്പെട്ടു എന്നുള്ള വിവരം കാളമ്പാട് ഉസ്താദിനോടെന്ന് പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ട മക്കൾ നഷ്ടപ്പെട്ടു പോയപ്പോൾ പോലും സഹീഹുൽ ബുഖാരി നടച്ചു വെക്കാതെ കുട്ടികൾക്ക് ദർസോതി കൊടുത്ത, കിതാബോധി കൊടുത്ത മഹാനായ കാളമ്പാട് ഉസ്താദ് ആ മഹാനെ കുറിച്ച് ഉപയോഗിക്കുന്ന വാക്കെന്താ? മോരി കമ്പനിക്ക് കാള പ്രസിഡന്റായി. ഇത് പറയുമ്പോ നേതാക്കന്മാർ വേദിയിൽ നിന്ന് ചിരിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇവരാണോ ഇപ്പോൾ നല്ല തുള്ള ചമഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നത്? ഇതൊക്കെ തെറ്റിദ്ധരിപ്പിക്കുമ്പോ ആ തെറ്റിദ്ധാരണം തിരിച്ചു കൊടുക്കൽ ഇവിടുത്തെ എസ്കേഎസ്എഫിന്റെ ബാധ്യതയല്ലേ, ഇവിടുത്തെ പ്രവർത്തകന്മാരുടെ ബാധ്യതയല്ലേ? അതുകൊണ്ടാണ് ഇങ്ങനെ പരിപാടി സംഘടിപ്പിക്കാൻ നമ്മുടെ പ്രിയപ്പെട്ട പ്രവർത്തകന്മാർ നിർബന്ധിതരായത്. എന്താണ് കോയക്കുട്ടി സ്ഥാനം പോലെ പറയുമ്പോൾ നമുക്ക് വേദനുണ്ടാവില്ലേ? പറയട്ടെ. എന്നതിന് വേറെയും മലയാളത്തിൽ പറഞ്ഞുകൊണ്ട് അതേ പദം തലപ്പത്തുള്ള ആളെ പ്രസിഡന്റാക്കിയതോടുകൂടെ മറുഭാഗത്തിന്റെ മൂല്യം പ്രകടമാകുമെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ടോ? മൂരി എന്നതിന് നമ്മളെ കുറിച്ച് പറയാം. മൂരികൾ, മൂരി എന്നതിന് വേറെ വാക്കോട് മലയാളത്തിലുണ്ട് കാള.
ആ വാക്കുകളാണ് പ്രശ്നമെങ്കിലൂടെ ഇവരുടെ മോരിസം പൂർത്തിയായി. അപ്പൊ ഉസ്താമാരെങ്ങനെ ചിരിക്കുക? ഒരു പ്രശ്നമില്ല, ഒരു കുഴപ്പമില്ല. ആരെ പറയണത്? നമ്മളൊക്കെ എന്തൊക്കെ പറഞ്ഞോട്ട് നമുക്ക് ഒരു കുഴപ്പമില്ല. സാധുക്കളായ ഞങ്ങളെ പോലത്തെ ദേശങ്ങൾ പറഞ്ഞോളൂ, ഒരു കുഴപ്പമില്ല. പക്ഷെ കാളമ്പാടിസ്ഥാനെ കുറിച്ച് പറയുമ്പോൾ മനസ്സ് പൊട്ടൂലേ മുസ്ലിമീങ്ങളെ? മനസ്സ് വേദനിക്കുന്ന മുസ്ലിമീങ്ങളെ പറയട്ടെ. കണ്ടോ, കാളബൂട്ട് എന്ന് പറയാറുള്ളത് കാളമ്പാട് പ്രസിഡന്റായോടുകൂടെ കാളബൂട്ട് ഇപ്പൊ പൂർണ്ണമായി. കാളമ്പാടി സ്ഥാപനം ആരോടായി തിരിയപ്പെടുത്തുന്നത്? ഇത് ശരിയാണോ ചെറുപ്പക്കാരാ? ഇത് ശരിയാണോ ഉപ്പമാരെ? ഇത് ശരിയാണോ ഉമ്മമാരെ? അറിയാതെ പെട്ടുപോയ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് തിരുത്തണ്ടേ നമ്മൾ? നമ്മൾ അങ്ങനെയുള്ള മഹത്തുക്കളായ ആലിമ്യങ്ങളെ ആക്ഷേപിക്കുമ്പോൾ തിരുത്തി കൊടുക്കണ്ടേ നമ്മൾ? കഴിഞ്ഞില്ല. എന്നിട്ടിപ്പോ നാട് നീളപ്പൊരു തന്ത്രം ഉപയോഗിച്ചിട്ടുണ്ടറിയോ? ഇതൊക്കെ പറഞ്ഞിട്ട് ഉപയോഗിച്ചിട്ട് പറഞ്ഞിട്ടറിയോ? ഞങ്ങൾ എവിടെയും തെറി പറയാറില്ല, ഞങ്ങൾ ആരെയും ആക്ഷേപിക്കാറില്ല. അത് മലപ്പുറത്ത് തുടങ്ങിയത്. മലപ്പുറത്ത് സാക്ഷാ നമ്മുടെ ആലിമ്യങ്ങളോ സാദാത്യങ്ങളോ ഇത്തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിക്കാറില്ല. ഇവരങ്ങനെ അവിടെ തുടങ്ങി വെച്ചു. നിങ്ങൾ കേട്ടോളൂ, അദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ടോളൂ. അദ്ദേഹം പ്രസംഗിച്ചതിന് ശേഷം ഓരോരുത്തരും ഇങ്ങനെ ശുദ്ധ മലയാളത്തിൽ നമ്മുടെ ആലിമ്യങ്ങളെ പറയുന്നത് കേൾക്കാം. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പോതിൻ്റെ കിട്ടില്ല. ഞാൻ ഇവിടെ പ്രസംഗിച്ചല്ലോ, ഞാൻ ഇങ്ങോട്ടൊന്നും വന്നിട്ടില്ല. ഇന്നിടാൻ നിർബന്ധിതനായിട്ടില്ല. മനസ്സിന്റെ വേദന കൊണ്ട്. കാരണം കോയക്കുടിസ്ഥാനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ട്, കോയക്കുടിസ്ഥാനെ കുറിച്ച് പറഞ്ഞു, ഷംസുലമെ കുറിച്ച് ഇവിടെ പറഞ്ഞെന്താ? ഷംസുലമക്ക് പ്രായമേറിയപ്പോൾ ഷംസുലമക്ക് സുന്നത്തെ മാറ്റിന്റെ സ്പിരിറ്റ് പോയി ഇവിടെ പ്രസംഗിക്കുക. ഷംസുലമക്ക് മരിക്കുന്ന സമയം വരെ അല്പം പോലെ സുന്നത്ത് ജമാഅത്തിന്റെ വിഷയത്തിൽ വിട്ടുവീഴ്ചയില്ലാതെ ജീവിച്ചുപോയ ആ മഹാപണ്ഡിതനെ കുറിച്ച് അങ്ങനെ പറയുമ്പോ ഈമാനുള്ള മനുഷ്യന്റെ മനസ്സ് പൊട്ടും, മനസ്സ് വേദനിക്കും. അവർ മറുപടി പറയാൻ നിർബന്ധിതരാകും. കേട്ടോ, നിങ്ങൾ അയാളെങ്ങനെ പറയാം, ഞങ്ങൾ നേരെ തെറി പറഞ്ഞിട്ടില്ല, ആരും ഒന്നും പറഞ്ഞിട്ടില്ല. അത് പറഞ്ഞു കഴിയുമ്പോഴേക്ക് അനുയായികൾ ഇങ്ങനെ ഓരോരുത്തരും കിട്ടുള്ളൂ. ഉള്ളാളം തങ്ങൾ മുതൽ ഓരോരുത്തരും പറയുന്ന വാക്കുകൾ കിട്ടുള്ളൂ. ഞാൻ കുറച്ചരിക്കും, എനിക്ക് നല്ല പരീക്ഷകളൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ചരിക്കങ്ങൾ ഇത് കേട്ടാൽ മതി, എനിക്കില്ല പണിയില്ല. പിന്നെ ഞങ്ങൾക്കറിയാത്തതിൽ ഒന്നുണ്ട്, നിങ്ങളെപ്പോലെ ചീത്ത പറയാൻ ഞങ്ങൾക്കറിയില്ല. മാപ്പന്നതാണ് സ്കൂള്, നിന്റെ മാപ്പന്നതാണ് സ്കൂള്. ആരാ പറഞ്ഞത്? ഇത് ആ വിഭാഗത്തിന്റെ പ്രസിഡന്റിന്റെ വാക്കാണ്. ആരെ കൂടെ പറഞ്ഞല്ലോ? നാലകത്ത് സൂക്കിയോട് ചോദിച്ചാണ്. നാലകത്ത് സൂക്കി അവർക്കെതിരെ സ്കൂൾ കൊടുത്ത വിദ്യാഭ്യാസ മന്ത്രിയാകുമ്പോൾ അപ്പൊ ചോദിക്കാണ്. ആ ചോദിച്ച വാക്കൊന്നും എനിക്ക് പറയാൻ ഉദ്ധരിക്കാൻ മടിയുള്ള വാക്കുകൾ. അയാൾ പറയട്ടെ, നിങ്ങളെപ്പോലെ ചീത്ത പറയാൻ ഞങ്ങൾക്കറിയില്ല. മുജാഹിദിനെ വറയാക്കാൻ, ജമാഅത്തിനെ ചീത്തമാക്കാൻ, മുജാഹിദിനെ വറയാക്കാൻ, ജമാഅത്തിനെ ചീത്തമാക്കാൻ. നിങ്ങളെപ്പോലെ ചീത്ത പറയാൻ ഞങ്ങൾക്കറിയില്ല. സൗസറിക്കുന്ന ഒന്ന് പോണം കെട്ടിയാണോ? ഇന്നലെ വരെ സൗസറിക്കുന്ന ഒന്ന് പോണം കെട്ടിയാണോ? അറിയില്ല എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചു, നിങ്ങളങ്ങനെ പറയരുത്, നിങ്ങളങ്ങനെ പറയരുത് എന്ന് പഠിപ്പിച്ചു. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നില്ല. അങ്ങനെ അറിയുന്നവരൊക്കെ നമ്മളെ കൂട്ടത്തിലുണ്ടാവും. അത്ര ഓർമ്മ വരുമ്പോൾ കുറെ പറഞ്ഞു വെച്ചിരിക്കണോന്നത് ഇവർ പറയാണ്. പറയാൻ അറിയുന്നവരൊക്കെ നമ്മളെ കൂട്ടത്തിലുണ്ട്, പക്ഷെ ഞങ്ങളങ്ങനെ പറയില്ല. പക്ഷെ നമ്മൾ അനുവദിക്കൂല. കാളവൃക്ഷം ഉണ്ടാകാൻ യോജിപ്പുള്ള തെരഞ്ഞെടുപ്പെല്ലാം എന്തെങ്കിലും പറഞ്ഞിരിക്കണം. കൂലിക്കമ്പനിക്ക് കാളവൃക്ഷം ഉണ്ടാകാൻ യോജിപ്പുള്ള തെരഞ്ഞെടുപ്പെല്ലാം എന്തെങ്കിലും പറഞ്ഞിരിക്കണം. കൂലിക്കമ്പനിക്ക് കാളവൃക്ഷം ഉണ്ടാകാൻ യോജിപ്പുള്ള തെരഞ്ഞെടുപ്പെല്ലാം എന്തെങ്കിലും പറഞ്ഞിരിക്കണം. വേറെ മലയാളത്തിൽ പറഞ്ഞുകൊണ്ട് അതേ പദം തലപ്പത്തുള്ള ആളെ പ്രസിഡന്റാക്കിയതോടുകൂടെ മറുഭാഗത്തിന്റെ പോലീസും പ്രകടമാകുമെന്ന് ഞാൻ മനസ്സിലാക്കിയത്. കാളപൂട്ടിയുമാണ് പറയാറുള്ളത്. കാളപൂട്ടിയുമാണ് പറയാറുള്ളത്. ആയത്തോന്നിയിട്ട് ചിലപ്പോ ഉണ്ടായിക്കൂടാ അല്ലാതെ എന്ന ആയത്തോതിട്ടുണ്ട്. തെറ്റിനെ തെറ്റുകൊണ്ട് പ്രതികരിക്കണമെന്നുണ്ടല്ലോ. അപ്പൊ നമ്മളെ കൂടുതൽ ചിലർക്ക് തെറി പറഞ്ഞുകൂടായില്ല. അവർക്ക് പിന്നെ ഓർമ്മ വരുന്നു. കാരണം അയാൾ ഇരിക്കുമ്പോഴുള്ള മെച്ച പറഞ്ഞത്.
പറയട്ടെ, ഇനി കേട്ടുള്ളൂ, ഓരോരുത്തർ പറഞ്ഞോട്ടെ. പക്ഷെ ഞങ്ങളങ്ങനെ ആ ഭാഗത്തല്ല. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, അഖ്റബുൻ നാസി ഇലല്ലാഹി അസ്സലുഹും അഖ്ലാഖാ. മനുഷ്യന്മാരിൽ വെച്ച് അല്ലാഹുവിലേക്ക് ഏറ്റവും അടുത്തവർ അസ്സലുഹും അഖ്ലാഖൻ, സൽസ്വഭാവമുള്ളവരാണ്, ഏറ്റവും നല്ല സ്വഭാവമുള്ളവരാണ്, ചീത്ത പറയാത്തവരാണ്, തെറി പറയാത്തവരാണ്, കളവ് പറയാത്തവരാണ്, മനുഷ്യനെ മനുഷ്യനായി കാണുന്നവരാണ്. അതാണ് സഹോദരങ്ങളെ അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ച തത്വം. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ചീത്ത പറയില്ല. ഇത് മാത്രം വ്യത്യാസം. ഇവിടെ ഈ കാണുന്ന അതാരാ നമ്മുടെ മറ്റേ ഞാൻ പറയണ്ടല്ലോ, നിങ്ങൾക്ക് എല്ലാവരും കാണുമ്പോ സ്വപ്നം ഓർത്തിട്ടുണ്ട്. ഞാൻ എന്താ ചെയ്യാറത്? പോട്ടെ, അയാളെ സാധിപ്പോ ഒന്നും വല്ല കാണലില്ല കേട്ടോ. ഈ കാണലില്ല, കാണുന്നുണ്ട്, പറയാറില്ല. പറയട്ടെ, അയാളുടെ നാട്ടില് ഒരു ഫ്ലെക്സ് ബോർഡ് വെച്ചിട്ട് ആരോ ഫ്ലെക്സ് ബോർഡ് തകർത്തത്രേ. അതിനെതിരെ അയാൾ പ്രതികരിക്കുന്ന ശൈലി കിട്ടുള്ളൂ. ആരോട്? ഫ്ലെക്സ് ബോർഡ് തകർത്തോന്ന് പറഞ്ഞ വാക്ക് കേട്ട് നിങ്ങൾ നല്ല വാക്ക് ഒരു പറയില്ല. ശുദ്ധ മലയാളം മോനൊരു തലയെ കിട്ടും കെട്ടി നല്ല വാക്ക്. ഇയാൾ എന്നിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ ഞങ്ങളെ കൊണ്ട് ഇടിപ്പിച്ചതല്ലേ നിങ്ങൾ? ഇതൊന്നും ഞാൻ അന്നോടെ കൊണ്ട് പറഞ്ഞപ്പോ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ എന്തേ പറഞ്ഞത്? കാളമ്പാടി ഉസ്താദിനെ പോലെയുള്ളവർ, ചെർഷി ഉസ്താദിനെ പോലെയുള്ളവർ, കണ്ണീത്ത് ഉസ്താദിനെ പോലെയുള്ളവർ, ഷംസുൽ മുൽക്കുള്ള മഹാന്മാരാണ്. അവരുടെ മാർഗത്തിൽ നിങ്ങൾ നിൽക്കണം എന്നല്ല അന്ന് പ്രസംഗിച്ചിട്ടുള്ളൂടെ. അതിന് എന്തൊക്കെ ഇവിടെ പറഞ്ഞത്? ഇഫായിഷയുടെ പേരിൽ പരിപാടി സംഘടിപ്പിച്ചിട്ടില്ല. ആ തെറിയൊക്കെ പറഞ്ഞവിടെ എനിക്ക് എന്റെ മനസ്സ് വേദനിച്ച് ഞാനത് കേട്ടപ്പോ കോയക്കുട്ടി ഉസ്താദിനെ കുറിച്ച് പറഞ്ഞപ്പോ ഉസ്താദിന്റെ വീട്ടിൽ പോയി നോക്കുന്നത്, ആ ഉസ്താദ് കടക്കുന്നത്, ആ കടത്തലിൽ കിടന്ന് ചെല്ലുന്ന ദിക്റുകളൊക്കെ ആലോചിക്കല്ലേ കോയക്കുട്ടി ഉസ്താദ്. ആ മഹാനക്കട് വേദനിപ്പിക്കുമ്പോ നിങ്ങൾക്കറിയില്ല, ഞാൻ പറയണ്ടല്ലോ, കോയക്കുട്ടി ഉസ്താദ് നിങ്ങളുടെ നാട്ടിൽ ജോലി ചെയ്താലല്ലേ? അല്ലേ സാറേ, ഇവിടെ ജോലി ചെയ്തല്ലേ? നിങ്ങൾക്കറിയില്ലേ കോയക്കുട്ടി ഉസ്താദിനെ? ഞാൻ പരിചയപ്പെടുത്തുന്നു. നിന്നേക്കാളോ നിങ്ങൾക്ക് ആ മഹാന്റെ ജീവിതം നിങ്ങൾക്കറിയില്ലേ? ആ മഹാനെ കുറിച്ചുകൂടെ പറഞ്ഞ വാക്കെന്താ? വിഷമല്ലേ നമുക്കിതിൽ? മനസ്സിന് പ്രയാസല്ലേ? എന്തും പറയാനാ? എന്നിട്ട് എന്ത് പറഞ്ഞു പോയാലോ അവൾ പറഞ്ഞോട്ടെ, നമ്മളൊന്നും പറയണ്ടാന്നോ? നിങ്ങൾക്ക് ദീനോട് താല്പര്യമില്ല, ആലിമീങ്ങളോട് താല്പര്യമില്ല, നമ്മുടെ മനസ്സ് വേദനിക്കുന്നു. എപ്പോഴുമൊന്നും അൽഹബ്ബത്തില്ല, അള്ളാഹുവിന്റെ മാർഗത്തിലായിരിക്കണം ഒരാളെ സ്നേഹിക്കേണ്ടത്. അള്ളാഹുവിന്റെ മാർഗത്തിൽ രക്ഷപ്പെടുമ്പോൾ അത് ഈമാന്റെ അടയാളമാണ്. അത് ഈമാന്റെ അടയാളമാണ്. എന്താണ് പറഞ്ഞ വാക്കുകൾ? തിരിഞ്ഞ ആള് പറഞ്ഞിട്ടോ നിങ്ങൾ? അത് ലൈവായിട്ട് ഇവിടെ ഉപരി പറയാണ്. ഈ ലൈവായിട്ട് ലോകത്തെല്ലാവരും ഇത് കേൾക്കുന്നുണ്ട്. ഞാൻ വേറൊന്നും പറയണില്ല, ഞാൻ നിർത്തണം, അനാവശ്യമൊന്നും പറയണില്ല. അപ്പൊ പറഞ്ഞു മുമ്പർക്ക്. അപ്പൊ അതാണ് മറ്റാൾ പറഞ്ഞു, ഞങ്ങൾ അനാവശ്യം പറയാമെന്ന് പറഞ്ഞാൽ ഇതൊന്നും ഓരോ ഡിക്ഷണറി പ്രകാരം എന്തല്ല കേട്ടോളൂ. ഇതൊക്കെ ചെയ്യാനാവും. ഈ മൈക്കിനോട് പറയുമ്പോഴും ഇത് ലോകത്തൊക്കെ കേൾക്കുന്നതിന് പേടിച്ചിട്ട് ഞാനിപ്പോ പറയുന്നത് കണ്ടോ? ഇതെല്ലാവരും കേൾക്കുന്നു പഠിച്ചിട്ട് കൂടുതലൊന്നും പറയണില്ല. അപ്പൊ പറഞ്ഞു അവർക്ക് ഓർമ്മല്ല. ഇവരാണോ നമ്മൾ അനുകരിക്കേണ്ടത്? എന്റെ പ്രിയപ്പെട്ട സസ്യകാരാ, നിന്നെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. നിങ്ങളോട് ഞങ്ങൾക്ക് ദേഷ്യവുമില്ല. നിങ്ങൾ പാപങ്ങൾ അറിയാതെ പെട്ടു. ഇവിടെ എന്തൊക്കെ കളവ് പറഞ്ഞു? ഇവിടെ പറഞ്ഞ ഒരു വിഷയം അറിയോ? സമസ്തക്ക് മദ്രസകളൊന്നുമില്ല. ഇവരുണ്ടായിരുന്നപ്പോ ഇവരൊക്കെ പാടെ കൂടി കുറച്ച് മദ്രസ ഉണ്ടായി. ഇവർ പോകുന്ന നമുക്ക് എവിടെ മദ്രസാണ്? പടച്ചറബേ, നിങ്ങൾ ആലോചിച്ചു. നിങ്ങൾ ഇവരൊപ്പം ഉണ്ടാകുന്നിടത്ത് ഇവരൊപ്പം കൂടി നമുക്ക് കുറച്ച് മദ്രസ ഉണ്ടായി. ഇവര് പോകുന്ന ശേഷം മദ്രസല്ല, മദ്രസ പഠിക്കണ്ട. നിങ്ങള് 1952 മദ്രസക്ക് അംഗീകാരമെടുക്കുമ്പോ, ഓഗസ്റ്റ് 26 അംഗീകാരമെടുക്കുമ്പോ അന്ന് മദ്രസ 10 മദ്രസയാണുള്ളത്. 1956 149 മദ്രസയായി. 86 5449 മദ്രസയായെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവർ 1990 6440 മദ്രസയായി. ഇവര് പിരിഞ്ഞു പോകുന്നത് 1989. ഇനി വിശ്വസിക്കുക, ഇവര് പോയതിന് ശേഷം 2015 കഴിഞ്ഞ് ഇപ്പോ 2016 ഇപ്പൊ നമുക്ക് എത്ര മദ്രസയുണ്ട്? ഇപ്പൊ നമുക്ക് 9595 മദ്രസ.
അറിയണം, ഇവർ പോകുന്ന കാലത്ത് മദർസ 6000 പരമുണ്ട്. 6000 പരം എന്ന് പറഞ്ഞാൽ വേണ്ട സ്ഥലത്തൊക്കെ മദർസ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ മദർസ ഉണ്ടാക്കിയിട്ട് പിന്നെ ഉണ്ടാക്കൂലോ, പിന്നെ പിന്നുള്ള സ്ഥലത്തിൽ ഉണ്ടാക്കുള്ളൂ. എന്നിട്ടും നമ്മൾ ഇവർ പോയതിന്റെ ശേഷം നമ്മൾ മദ്രസ ഉണ്ടാക്കി. ഇപ്പോൾ 9595 മദ്രസ. എന്നാ പേരെന്ന് പറയട്ടെ, നമ്മൾ ഒന്നാമത്തെ മദ്രസ ഇന്നതാണ് നമ്മൾ എണ്ണി കാണിച്ചു കൊടുക്കുക. 9595 ഇന്നതാണ് ചുരുക്കം. ഇവിടെ നിന്നിട്ടെന്നാ ഇവിടെ പറഞ്ഞാൽ 10,000-ലേറെ മദ്രസ ഉണ്ട്. ഓ, അതെവിടെയാണാവോ? അതെവിടെയാണ്? എന്താ പറച്ചലറിയോ? ഇവിടെ പറഞ്ഞില്ലേ, ഇന്ത്യൻ മുസൽമാന്റെ 15 കോടി ഇന്ത്യൻ മുസൽമാന്റെ ചങ്കില ചോരയാണ് സ്വാദ്. ചങ്കില ചോര. അതിന് ഞങ്ങളുടെ വെട്ടിക്കളി ആ 15 കോടി. പണ്ട് ഒരു അനൗൺസ്മെന്റ് വളാഞ്ചേരി അങ്ങാടി കൂടി ഇങ്ങനെ പോകത്തില്ല. അപ്പൊ ഒരാൾക്ക് ഇതേ അനൗൺസ്മെന്റ് ചെയ്യുന്നു. ഒരു പള്ളിയിൽ കാരണത്തിന് മറ്റാൾ വരുന്നുണ്ട് അനൗൺസ്മെന്റ് ചെയ്യാം. ഇന്ത്യൻ മുസൽമാന്റെ 15 കോടി മുസൽമാന്റെ ചങ്കില ചോരയായ കമറുലുലമ കണ്ടുവരും കടന്നു വരുന്നു. ഏതാനും നിമിഷങ്ങൾ കടന്നു വരുന്നു. അപ്പൊ ഒരു ചായക്കടയിൽ ചായ പറഞ്ഞ കാക്കതിങ്ങനെ കേട്ടിട്ട് കൈവിട്ടിട്ട് മനം നിർത്തുകയാണ്. അപ്പം വലിയ പ്രതീക്ഷയിലോ അപ്പൊ ചായക്കാരിച്ചു, അലമാൻ എന്തൊക്കെ പറഞ്ഞു വെച്ചു. ഞാൻ 15 കോടി മുസ്ലിമീങ്ങളെ ചങ്കരച്ചോരായി കാണുന്നത്. എന്നാലേ ആ 15 കോടി നിന്റെ പേരന്റെ ഒട്ടി കേട്ടോ അല്ലേ? മൊത്തം മുസ്ലിമീങ്ങളും പുറമെ ഏറ്റിരിക്കുക കണക്ക്. എന്നിട്ട് അതിന്റെ ചങ്കരച്ചോരാക്ക എവിടെയാണ് ഇപ്പൊ ഇതിനയ്യായിരം വരുന്നത്? നമ്മുടെ മദ്രസ വെബ്സൈറ്റിൽ പോയി പരിശോധിച്ചോ. ഞാൻ നിങ്ങളിന്ന് ചേളായിരിക്കുന്നു. ഒന്നാമത്തെ മദ്രസേതാ, അവിടെ കാണിച്ചേരും 2 3 9595 മദ്രസേതാ. ഒന്ന് ചേളാരും ചൊല്ലോ കാണിച്ചു തരും. ഇവരോട് ചോദിച്ചാലോ, അത് കുറച്ച് ഗുജറാത്തിൽ കുറച്ചുണ്ട്, അവർ പോയേക്കൂലല്ലോ. പിന്നെ കുറച്ച് കാശ്മീരിലുണ്ടോ? ഭയങ്കര അവിടെയാണ്. ഞങ്ങളെ മദ്രസ ഓരോന്നോരോന്ന് അക്കമിട്ട്. പിന്നെ പറഞ്ഞെന്താ? ഇവിടെ പറഞ്ഞു നമുക്ക് സ്ഥാപനങ്ങളൊന്നുമില്ല, സ്ഥാപനങ്ങളൊക്കെ ഇവരുണ്ടാവുണ്ടാക്കിയതാണ്. അത് നിങ്ങളതാ. മർക്കസാരുണ്ടാക്കിയത്. ഞങ്ങളുടെ ഒരു സമസ്തക്കാർ പ്രശ്നത്തിന് ചെല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് സുഖമായിട്ട് പോകാം, അത്രേ ഉള്ളൂ. മർക്കസ് ആരാ തറക്കലിട്ടത്? സൗദി അറബി കോളേജ് ആരാണ് തറക്കലിട്ടത്? എന്റെ കയ്യിൽ രേഖ വെച്ച് സംസാരിക്കുന്നത്. രേഖകൾ ഞാൻ ആ പുസ്തകങ്ങളൊക്കെ ഏറ്റിക്കൊണ്ടൊരു കാസർകോട്ട് നിങ്ങൾ കൊണ്ടുവരണ്ടേ? മടി കൊണ്ട് കൊണ്ടുവരുന്നത് ഏറ്റി വരണ്ടേ? എം.എ. അബ്ദുൽ ഖാദർ മുസ്ലിം ഇത്ര കട്ടിയുള്ള പുസ്തകമുണ്ട്. ആ പുസ്തകത്തിലൊക്കെ പറയുന്നുണ്ട് ഷംസുൽ ഉലമയും കന്യ പ്രസാദിന്റെ നേതൃത്വത്തിലാണ് മർക്കസ് സഖാഫത്ത് സിറിയ ഉണ്ടായത്, സൗദി അറബി കോളേജ് ഉണ്ടായത്. ഇന്ന് നിങ്ങൾ ചെല്ലു സൗദി അറബി കോളേജിന്റെ ശിലാഫലകത്ത് നിൽക്കാണ് കന്യത്ത് അബ്ദുൽ മുസ്ലിയ. ഞങ്ങൾ ദാറുൽ ശിലാഫലകത്ത് നോക്കണേ, എമ്മുണ്ട് എ.പി. ബുക്ക് മുസ്ലിം. പട്ടിക്കാട് ജാമിയ റബ്ബുൽ എ.പി. ബുക്ക് മുസ്ലിം. വളാഞ്ചേരി മർക്കസ് തർബിയത്തുൽ ഇസ്ലാമിയ ചെല്ലുവൊക്കെയുണ്ടോ? നിങ്ങൾ പോയിട്ട് എത്ര സ്ഥാപനം ഉണ്ടായിരുന്നു? ഒന്നും വേണ്ട. സമസ്ത എഞ്ചിനീയറിംഗ് കോളേജ് നടത്തുന്നു കേരളത്തിൽ ഏറ്റവും നല്ല രീതിയിൽ. മന്ത്രിമാരോട് പറഞ്ഞല്ലേ, കേരളത്തിൽ ഏറ്റവും നല്ല രീതിയിൽ എഞ്ചിനീയറിംഗ് കോളേജ് നടത്തുന്നത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എഞ്ചിനീയറിംഗ് കോളേജാണ്. നിങ്ങൾ ഉണ്ടാക്കിയതാ? എന്നിട്ട് ഇവിടെ പറയും നിങ്ങൾക്ക് എന്താ ഉള്ളത്? ഞങ്ങൾക്ക് ഒന്നുമില്ല, ഞങ്ങൾക്ക് അഹങ്കാരമൊന്നുമില്ല, ഞങ്ങൾക്ക് ഒന്നുമില്ല, ഒരു കുഴപ്പമില്ല. പക്ഷെ ഞങ്ങൾക്കുണ്ട് നല്ല ആലിമിന് എളുപ്പമുണ്ട്, ഞങ്ങളെ സ്വത്തതാ. പക്ഷെ കളവ് പറയും ഞങ്ങൾക്ക് കൈവർത്തിക്കും. ഇവിടെ മൂപ്പറിനെ പറഞ്ഞെന്താ? കളവ് പറയാൻ പാടില്ല, കളവ് പറയൽ ഏറ്റവും വലിയ തെറ്റാണ്. എന്നിട്ടാ മൂപ്പർ പറഞ്ഞതൊക്കെ അതാണ് പറഞ്ഞു കേൾക്കും നിങ്ങൾ. കളവ് പറയാൻ പാടില്ല എന്നിട്ട് മൂപ്പർ പറഞ്ഞതോ മുഴുവൻ കളവ്. ഇത് ഏത് കുട്ടികൾക്ക് അറിയുന്ന കാര്യങ്ങളിലെ സമസ്തയുടെ മദ്രസയിലുണ്ടാവും, സമസ്തയുടെ കീഴിലുള്ള പള്ളികളിലുണ്ടാവും, സമസ്തയുടെ കീഴിലുള്ള സ്ഥാപനങ്ങളിലുണ്ടാവും, സമസ്തയുടെ കീഴിലുള്ള മഹല്ലുകളിലുണ്ടാവും, എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ. ഇനി ഇവർക്ക് മദ്രസ ഉണ്ട് നോക്കാം. ഇപ്പൊ എനിക്കറിയാം, എന്റെ നാട്ടിൽ ഇവർക്ക് മദ്രസ ഉണ്ട്. 6 കുട്ടികളുണ്ട്. 6ാം ക്ലാസ് 2, 1ാം ക്ലാസ്സിൽ 1 കുട്ടി, 2ാം ക്ലാസ്സിൽ 1 കുട്ടി, 3ാം ക്ലാസ്സിൽ 6 കുട്ടികളെ കൊണ്ട് 6ാം ക്ലാസ് ഇറക്കിയുള്ള അവസ്ഥ അല്ലെങ്കിൽ നമ്മളങ്ങനല്ലോ. ഒരു മദ്രസയിൽ 300-400 കുട്ടികളാണ്. അങ്ങനെയാണ് 9590 മദ്രസകൾ. അന്തസ്സോടെ പറയാ 12 ലക്ഷത്തിലേറെ വിദ്യാർത്ഥികൾ. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. തൃശ്ശൂർ സ്വാഗതമാകുമ്പോ അന്ന് രാവിലെ മദ്രസകളിലേക്ക് വരും കിട്ടുന്നു. അൽഹംദുലില്ലാഹ്. ആ സ്പോട്ടിൽ മഹാനായ തൃശ്ശൂർ സ്വാദിലേക്ക് എത്തുന്നത് 12 ലക്ഷത്തിലേറെ ഫാത്തിഹയാണ്. ഒരു ദിവസത്തിൽ എന്റെ മുസ്ലിമീങ്ങൾ അറിയണം, റസൂലുള്ളാഹിന്റെ ഹദറത്തിലേക്ക് 12 ലക്ഷം വിദ്യാർത്ഥികൾ 3 സ്വലാത്ത് വീതം ചെല്ലുമ്പോ
3 സലാത്ത് കൊല്ലുമ്പോ 36 ലക്ഷം സലാത്തല്ലേ മുത്തനബിന്റെ പരിശുദ്ധമായ റൗളയിലേക്ക് ഒരു ദിവസം സമസ്ത കേരള ജംഇയ്യത്ത് അയക്കുന്നത്. ചില്ലറ കാര്യ സംശയം 36 ലക്ഷം സലാത്ത് ഒരു ദിവസത്തിൽ. ചില മാസത്തിൽ 10 സലാത്തിലും അതും കൂട്ടിയിട്ടില്ല, 3 വെച്ച് കൂട്ടിയിട്ടാണ് പറഞ്ഞത്. 10 സലാത്തിലും മാസം 3 വെച്ചും കൂട്ടിയിട്ടാണ് പറഞ്ഞത്. 36 ലക്ഷം സലാത്ത് ഒരു ദിവസത്തിൽ സമസ്തന്റെ പേരിൽ ശൈഖുന ബഹുമാനപ്പെട്ട ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റൗളയിലേക്ക് എത്തുക. ഇതൊക്കെ നിസ്സാരമായി കണ്ട കാര്യങ്ങളാ, ഇതൊക്കെ ചില്ലറക്കാരായിട്ട് കണ്ടത്. എന്നിട്ട് ഇവിടെ വന്നിട്ട് കളവ് പറയാ, അതിന് ദിഫായ് ഷേഖിന്റെ പേരിൽ. അതാ വേദന. അവർ മറുപടികളുടെ പേര് വെക്കട്ടെ. സ്വാഗതം പറഞ്ഞ മറുപടി ഒന്നും പറയണില്ല. ശരി, ദിഫായ് ഷേഖിനും തുടങ്ങിയിട്ട് പിന്നെ പറഞ്ഞതൊക്കെ നമ്മൾ കേട്ടോ. ഒരു മുസ്ലിമായ മനുഷ്യൻ കളവ് പറയാൻ സാധ്യതയുണ്ടോ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ല, അതിന് ഒരു സാധ്യതയില്ല. മുസ്ലിമാണോ അവൻ കള്ളം പറയുകയില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മുസ്ലിമാണ് കളവ് പറയില്ല. ഇയാൾ പറഞ്ഞതൊക്കെ കളവാണ്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. എന്നിട്ട് ആളുകളെ തട്ടിപ്പ് നടത്തി മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ തിരുത്തണ്ടേ? ഇപ്പോൾ പുതിയ തട്ടിപ്പ് ഇറങ്ങിയിരിക്കുന്നു. എന്തറിയോ? റസൂലുള്ളാഹിന്റെ ചെരിപ്പ്, ആ ചെരിപ്പ് ഒരു തുണിമ തട്ടിയിരുന്നു, ഒരു ടവലിന്. എന്നിട്ട് ആ ടവലുമ ചെരിപ്പിന്റെ രൂപം ഉണ്ടാക്കി. എന്നിട്ട് ഇപ്പൊ അതുകൊണ്ട് കച്ചവടം വന്നിരുന്നു. ഏറ്റവും ലേറ്റസ്റ്റാണ്. മുടിയും പൊടിയും കട്ടിയും പാത്രമൊക്കെ പോയി. ഇപ്പൊ ഒരു തുണിമ അവന് സറന്ന് വയ്ക്കാൻ ബുദ്ധിമുട്ടില്ലല്ലോ, അതിന് സറന്നിന്റെ ആവശ്യമില്ലല്ലോ. കാരണം എന്താ? ചെരുപ്പൊന്നും അത് പറഞ്ഞില്ല. കാരണം എന്താ? ഇത് ചെരുപ്പ് തട്ടിയ സ്ഥലത്ത് ചെരുപ്പിന്റെ രൂപത്തിൽ വരച്ചുണ്ടാക്കിയതാണ്. അല്ലാ, അതിനെക്കുറിച്ച് ഇങ്ങനെ വർണ്ണിക്കുന്നതായിട്ടോട് മഹത്തായ നഅലേ മുബാറക്ക് മർക്കസിന്റെ സമ്മേളനത്തിലേക്ക് വരുന്ന സമയത്ത് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഅറേ മുബാറക്ക് നേരത്തെ നമ്മൾ കണ്ടതുപോലെ ദുബൈ ഔഖാഫ് ഹെറിറ്റേജ് മേധാവി ഡോക്ടർ ഹസൻ ഹസറജി കാന്തപുരം ഉസ്താദിനെ കൈമാറുന്ന സദസ്സിൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ആ മഹത്തായ സദസ്സിൽ വെച്ചുകൊണ്ട് അൽഹംദുലില്ലാഹ് പ്രിയപ്പെട്ട മുഫ്തി വഖർ അഹ്മദ് എന്നു പേരുള്ള വലിയ ആ റസൂലുള്ളാഹിയുടെ മുഹിബ്ബ്, അദ്ദേഹം ആ പാദം, ആ പരിശുദ്ധമായ നഅലിൽ കാണിച്ചു കൊടുത്തപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട റഫീഖ് മുസ്ലിയാർ ആ പരിശുദ്ധമായ തിരു പാദം നഅലേ മുബാറക്ക് അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന പരിശുദ്ധമായ തുണി കൊണ്ട് അത് നന്നായി തുടച്ചു. എന്താ പറഞ്ഞത്? മർക്കസിലേക്ക് നഅലേ മുബാറക്ക് വന്നു. മനസ്സിലായില്ല? ചെരുപ്പുണ്ട്, റസൂലുള്ളാഹിന്റെ ചെരുപ്പേ. ഷാർ മുബാറക്ക് മുടി, ചെരുപ്പ. അത് കൊണ്ടുവന്നപ്പോ റഫീഖ് സാഹിബ് എന്ത് ചെയ്തു? ആ ചെരുപ്പ് മുമ്പത്തെ ടവലോണ്ട് തുറച്ചു. ആ ടവലൊക്കെ ഇവിടെ കൊടുക്കുന്നു. ഇവിടെ ചെരുപ്പിലോട് ഇവിടെ ടവല ടവറട്ടെ. തുടച്ച തുണിയിൽ 2 കഷ്ണം തുണിയാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. ഇൻഷാ അല്ലാഹ് അതിലൊന്നിൽ മുത്തുനബിയുടെ പരിശുദ്ധമായ നഅലിന്റെ രൂപം തുന്നിച്ചേർത്ത് ആ പരിശുദ്ധമായ തിരുശേഷിപ്പുമായി ബന്ധപ്പെട്ട ആ പവിത്രമായ ഉപഹാരം ഈ പരിശുദ്ധമായ മജ്ലിസിൽ വെച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് നൽകാൻ പോവുകയാണ്. അത് നൽകുന്നത് കേരളത്തിൽ മാദിഹർ റസൂലായി അറിയപ്പെടുന്ന പ്രവാചക തിരുനബി സ്നേഹ പ്രഭാഷണങ്ങളിലൂടെ വിശ്വാസികളുടെ മനം കവരാൻ അവസരം അള്ളാഹു കൊടുത്ത ഒരുപാട് വലിയ വലിയ ആലിമീങ്ങൾക്ക് ബീജാപകം നൽകാൻ അള്ളാഹു അവസരം കൊടുത്ത വന്യരായ ഉസ്താദ് പകര മുഹമ്മദ് അഹ്സനി ആരസാനം കൊടുക്കാൻ പറ്റിയ സാധനം. നമ്മളെ ടിക്കറ്റേ മൂപ്പരല്ല കൊടുക്കുന്നത്. മൂപ്പരങ്ങനെ പറഞ്ഞിട്ട് മൂപ്പർ ശിക്ഷണം കൊടുക്കുന്നത്. പണ്ട് കുട്ടി പ്രബന്ധം എഴുതിയില്ലേ? തെങ്ങിനെ കുറിച്ച് പ്രബന്ധം എഴുതാൻ പറഞ്ഞു. കുട്ടിങ്ങനെ എഴുതി 4 പേജിൽ പറയാൻ പാടില്ല. കുട്ടിങ്ങനെ എഴുതിക്കുമ്പോൾ 1/2 പേജ് തെങ്ങായിട്ടുള്ളൂ. അപ്പൊ കുട്ടിങ്ങനെ പറഞ്ഞു, ആ തെങ്ങ് നിലകൊള്ളുന്നത് ഭൂമിയിലാണ്. ഭൂമി എന്ന് പറഞ്ഞാൽ പിന്നെ ഭൂമിയെ കുറിച്ച് ഇങ്ങനെ എഴുതാൻ തുടങ്ങി. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ശിഷ്യർ പരപ്പനങ്ങാടി താലീം എന്ന് പറയുന്ന നമ്മുടെ വലിയ സ്ഥാപനത്തിലെ മുദർരിസും കൂടിയായ പകര ഉസ്താദിന്റെ പ്രിയപ്പെട്ട ശിഷ്യൻ നമ്മുടെ ഈ മഹത്തായ മജ്ലിസിൽ ഉണ്ട്. ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ അത് ബഹുമാനപ്പെട്ട ഫാദിലി ഉസ്താദിന് കൈമാറുകയാണ്. അല്ലാഹു ഇതിനേക്കാളും സന്തോഷത്തിൽ മുത്തുനബിയുടെ മദഹ് ചൊല്ലിയതിന്റെ ഫലമായി അവർക്കും നമുക്കും നമ്മൾ അവരെ സ്നേഹിക്കുന്നത്, അവർ നമ്മളെ സ്നേഹിക്കുന്നത് എല്ലാറ്റിന്റെയും മാനദണ്ഡം
മഹബ്ബത്തുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കൊടിക്കീഴിലാണ് എന്ന് മനസ്സിലാക്കി ഇൻഷാ അല്ലാഹ് ഇതിനേക്കാളും സന്തോഷത്തിൽ ആഖിറത്തിൽ നമുക്ക് ഒരുമിച്ച് കൂടാൻ അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശ്വാസികൾക്കൊക്കെ സന്തോഷമുണ്ടാകുന്ന ഈ ഘട്ടത്തിൽ എല്ലാ മുഅ്മിനീങ്ങളും ഒരു മിനിറ്റ് ആ മുത്തുനബിയുടെ പവിത്രമായ പരിശുദ്ധമായ നഅലേ മുബാറക്ക് കൈമാറുന്ന ഈ മഹത്തായ സദസ്സിൽ നേലോബാർക്കാണ് റസൂലുള്ളാഹി ചെരുപ്പിനോട് കൊടുക്കുന്നില്ല. മർക്കസ് കൊടുക്കുന്ന ചെരുപ്പ് റസൂലുള്ളാഹി വേറെ കാര്യം. ഇവിടെ അതുമില്ല. ഇവിടെ എന്താണുള്ളത്? ആ ചെരുപ്പ് തട്ടിയ ടവൽ, ആ ടവലെന്ന ചെരുപ്പിന്റെ രൂപം വരച്ചില്ല. എന്നിട്ട് അതാ കൊടുക്കുന്നത്. പക്ഷെ പറയുമ്പോൾ പറയുന്നത് നേലോബാറക്കാ കൊടുക്കുന്നത്. ഒരു മനുഷ്യന്മാർ എങ്ങനെ വഞ്ചിക്കാൻ പറ്റുമോ? ഈ കൊടുക്കുന്നുണ്ടോ? സാക്ഷികളായി അതോടെ മുത്തനബിയുടെ ഹദറത്തിലേക്ക് എണീറ്റുമെന്ന് ഇൻഷാ അല്ലാഹ് പരിശുദ്ധമായ താലഉൽ ബദറിന്റെ ഈരടികളിൽ നമുക്കത് കൈമാറാം. അല്ലാഹു സ്വീകരിക്കട്ടെ, കബൂൽ ചെയ്യുമാറാവട്ടെ. എന്നൊരായ ഉസ്താദിനെ അത് നൽകാൻ വേണ്ടി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. സാധനം കണ്ടോളി, കൊടുക്കുന്നുണ്ടോ? എന്തൊക്കെ തട്ടിപ്പാണ്, എന്തൊക്കെ തട്ടിപ്പിതാക്കില്ല നടക്കുന്നത്. ഇതൊക്കെ നടത്തുമ്പോൾ നമ്മൾ എന്താ പറയണത്? നമ്മൾ എന്താ അവരോട് പറയുന്ന? അരുത് സഹോദര, അരുത്, ഇത് പറയണ്ടേ, ഇത് പറയൽ നമ്മുടെ ബാധ്യതയല്ലേ കൂട്ടരെ? ഹക്ക് കണ്ടിട്ട് മിണ്ടാതിരുന്ന പടച്ചന്റെ മുന്നിൽ ചെന്ന മറുപടി പറയണ്ടേ? അതല്ല, ഇതൊക്കെ കേട്ടിട്ട് നമ്മളിങ്ങനെ മിണ്ടാതിരിക്കണം എന്നാ പറയുന്നത്. അള്ളാന്റെ ദീനല്ലേ വികൃതമാക്കുന്നത്? എന്നിട്ട് നാട്ടിലൂടെ പറഞ്ഞെന്താ? കണ്ണിയത്ത് ഉസ്താദും ശംസുലുലമയും കാണിച്ച മാർഗത്തിലാണ് ഞങ്ങളുള്ളത്. എന്ത് മാർഗത്തിലാണുള്ളത്? നിങ്ങൾ ശംസുലുലമയെയും കണ്ണിയത്ത് ഉസ്താദിനെയും വേദനിപ്പിച്ച മാർഗത്തിലല്ലേ ഉള്ളത്? കണ്ണിയത്ത് ഉസ്താദിന്റെ ദ്വാക്കിരയായ ആളുകളല്ലേ നിങ്ങൾ? അല്ലേ? നിർഭയം എന്ന് പറഞ്ഞെന്താ? കണ്ണിയത്ത് ഉസ്താദ് ഹക്ക് പറയാൻ പുറപ്പെട്ടപ്പോ മൈക്ക് മാറ്റിവെച്ചു നമ്മള് ഇവരന്ന് പ്രസംഗിച്ച. ഇപ്പൊ പാട്ടത്തവൻ തിരിച്ചടിച്ചില്ലേ, ശരിക്കാണ് കൊടുത്തില്ലേ? അതെന്താ? ഉള്ളാളന്തങ്ങള് ഇവരുടെ പ്രസിഡന്റ് കേരള യാത്രയിൽ പ്രസംഗിക്കാൻ നിന്നപ്പോ മൈക്ക് ഓഫാക്കി. നമ്മൾ ആരോപിക്കില്ല, ഉള്ളാളങ്ങളെ പേരക്കുട്ടി പറയാം. നമ്മൾ പറഞ്ഞു പറയണ്ട. പേരക്കുട്ടി കരഞ്ഞ് പറയാ, ഈ വാപ്പല്ലേ ഈ പ്രസ്ഥാനം ഉണ്ടാക്കി. ശരിയാണ്, വാപ്പയും മുപ്പര റീഡിൽ ഇറങ്ങി പോകുന്നത്. എന്നിട്ട് ആ വാപ്പാക്ക് മൈക്ക് കൊടുത്തല്ലോ പ്രസംഗിക്കാൻ. കണ്ടോ, കണ്ണിയത്ത് ഉസ്താദിന്റെ കുരുത്തക്കേട് എന്ന് പറഞ്ഞാലേ അത് ഉന്തുമഴയായിട്ട് ഇങ്ങനെ വരില്ലേ? അങ്ങനെയൊക്കെയാണ് പ്രകടമാകുക. അതിങ്ങനെയൊക്കെ കാണും. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞോ അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ പോന്നുകൊണ്ടിരിക്കില്ലേ? കണ്ണിയത്ത് ഉസ്താദിന്റെ പേരക്കുട്ടി പറഞ്ഞോട്ടോടി. ഈ ഓട്ടത്തിൽ ഞാനും നിങ്ങൾ കാറിൽ കയറുന്നു, നമ്മൾ ബാങ്കുട്ടേക്ക് കുറച്ച് ആൾക്കാരുണ്ട്. അപ്പൊ നല്ല ആവേശത്തിലാണ്. ഉപ്പാപ്പനോട് ഞാൻ പറഞ്ഞു, ഉപ്പാപ്പ 2 കലിമത്ത് പറഞ്ഞാലാണ് സുന്നത്തി ജമാഅത്തിന്റെ പ്രവർത്തകർക്ക് ഒരു ആവേശവും അതിൽ അടിയുറച്ചു നിൽക്കാനുള്ള വഴി ഉണ്ടാകുള്ളൂ. അതുകൊണ്ടൊന്ന് പറയണം എന്ന് പറഞ്ഞപ്പോ പറഞ്ഞു, ഇൻഷാ അല്ലാഹ് എന്ന് പറയാം. എവിടേക്ക്? കേരളയാത്ര സമാപനത്തിന് കാറ് കയറുമ്പോൾ പേരക്കുട്ടി പറഞ്ഞു, പപ്പ നല്ല 2 വാക്ക് അടിച്ചു പിടിക്കണം, അപ്പോഴാ കുട്ടികൾക്ക് ആവശ്യം ഉണ്ടാവുള്ളൂ. ആയിക്കോട്ടെ, ഞാൻ പറയാനൊക്കെ പറഞ്ഞു പോയതാണ്. പറയട്ടെ. ആ ഒരു പറയണം എന്നുള്ള ആഗ്രഹത്തോട് കൂടെയായിരുന്നു മഹാനുഭവം ആ സ്റ്റേജിലേക്ക് കയറി. പക്ഷേ എന്തുണ്ടായി? ദുആ കഴിഞ്ഞ ഉടനെ ഇവര് മൈക്ക് അങ്ങോട്ട് മാറ്റിവെച്ചു. ഇതുണ്ടായ സംഗതി, അത് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ഇതിപ്പോ ഏതായാലും ഇത് പറയാതെ നിന്നിട്ട് കാര്യമില്ല. കാരണം നാളെ ഇതിനേക്കാളും വലുതുകൾ കേൾക്കാൻ പോകുന്നതാണ്. അപ്പൊ ഇത് പറഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ അതോട് വാക്യമില്ല. പടച്ചോൻ കൊടുത്ത പൂർത്തിക്കടൊക്കെയാണ്. നമ്മൾ കണ്ണിയത്ത് സ്ഥാനം മയക്ക് മാറ്റിയെന്ന് പ്രതി ഇല്ലാത്ത ആരോപണം ഉണ്ടാക്കിയപ്പോൾ ഉള്ളാളെ നിങ്ങളെ പേരക്കുട്ടികളുടെ പരസ്യത്തെ ഇയാൾ നമ്മളേക്ക് വന്നിട്ടൊന്നുമില്ല, നമ്മൾ കൊണ്ടെടുക്കൽ നോക്കിയിട്ടില്ല. അവരെ ഒപ്പം എപ്പോഴുമുള്ളത് അദ്ദേഹം പറയാണ്, വാപ്പാന്റെ മൈക്കിന് ഒരു മാറ്റി വെച്ചു, എന്റെ വാപ്പാകെ വേദനിച്ചു. പറയട്ടെ. അത് കഴിഞ്ഞപ്പോ ഞങ്ങൾ തിരിച്ച് അതേ ട്രെയിനിൽ തന്നെ വരിക. ഒരു ബോഗിയിൽ ഒരു ഭാഗത്ത് എ പി ഉസ്താദ്, മറ്റേ ഭാഗത്ത് ഞാൻ, പാപ്പ, പുറത്തെ എ ഉസ്താദ്, ഞങ്ങളൊക്കെ ഉണ്ട്. അപ്പോ
അപ്പൊ നമ്മക്കിപ്പോ നമ്മളൊന്നും പാർക്ക് പറ്റൂല, കീറാച്ചാക്കായിന്നല്ലേ. ഇതെന്ത് ഗൗരവമുള്ള വാക്കാണല്ലോ. പണ്ട് കണ്ണീത്ത് ഉസ്താദിനെ കുറിച്ച് നിങ്ങൾ പറഞ്ഞൊരു വാക്കുണ്ടല്ലോ, കൊണ്ടു നടക്കുന്ന കീറാച്ചാക്ക. കണ്ണീത്ത് ഉസ്താദ് നിങ്ങൾക്കിതിൽ ദുആ ചെയ്തു എന്ന് പറഞ്ഞപ്പോ അന്ന് നിങ്ങൾ പറഞ്ഞ വാക്കെന്താ? അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടു നടക്കുന്ന ഒരു ചാക്കല്ലേ, കീറാ ചാക്കല്ലേ. ആർക്കാ കൂട്ടരെ വേണ്ടത്? ഇന്ന് കണ്ടോ നിങ്ങളുടെ നേതാവിനെ കുറിച്ച്, നിങ്ങളെ പ്രസിഡന്റിനെ കുറിച്ച് പ്രസിഡന്റ് നാവിലൂടെ തന്നെ പറയുന്നു, എന്നെ നിങ്ങൾ കീറാ ചാക്കാക്കിയില്ലേ, റബ്ബിനോട് തന്നെ കുരിപ്പുക്കേടല്ലേ. ചെറുപ്പക്കാരാ തെറ്റുപോകണ്ട, സുഖകാരാ തെറ്റുപോകണ്ട, അറിയാതെ വല്ലതുമുണ്ടെന്ന് തെറ്റിദ്ധരിച്ചവരെ തെറ്റുപോകണ്ട. റബ്ബ് നമുക്ക് ഓരോന്നോരോന്ന് കാണിച്ചു തരികയാണ്. പറയട്ടെ അദ്ദേഹം എന്ത് വാക്കാണിത്? അപ്പൊ അവിടെ പ്രസംഗിച്ചു പോയാൽ നമ്മൾ സുന്നത്തിയമായിട്ട് ഗുണമല്ലാതെ എന്ത് ദോഷ മക്കളുണ്ടാവുക? ഈ കാണുന്ന പ്രസ്ഥാനം ഈ ഗുണം രൂപത്തിലാക്കിയതാരാ? എന്താ നിങ്ങൾക്ക് പറ്റിയത്? നിങ്ങൾക്ക് എന്ത് സംഭവിച്ചു? നമ്മളോടല്ല കേട്ടോ, ആരോടേക്കുന്നത്? നമ്മളോടല്ലേക്കുന്നത്. അദ്ദേഹം അവരിൽ നിന്നുകൊണ്ട് ചോദിക്കുകയാണ്, എനിക്ക് എന്ത് പറ്റി കൂട്ടരെ? ഇപ്പാപ്പ രണ്ട് വാക്ക് പറഞ്ഞ സുന്നത്തുമാത്തിന് ഗുണല്ലേ കിട്ടുക? എന്തിനാ നിങ്ങൾ മൈക്ക് ഓഫ് ആക്കിയത്? പറയണം നിങ്ങൾ. ആരാണ് ആലിമീങ്ങളെ വേദനിപ്പിച്ചവർ? ആരാണ് സയ്യിദന്മാരെ വേദനിപ്പിച്ചവർ? ഇതെനിക്ക് എങ്ങേയറ്റം വേദന ഉണ്ടാക്കിയ സംഗതി. ഇതിന്റെ പേരിൽ നാളെ 100 കളവ് മറ്റൊരു പറയും, എനിക്കറിയാം, പറഞ്ഞോട്ടെ, പ്രശ്നമില്ല. പക്ഷേ അത് കഴിഞ്ഞു. പിറ്റേന്ന് ഇവിടെ വന്നു. പിറ്റേന്ന് നമ്മുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ബഹുവന്യരായ സുലൈമാൻ മഹാനവറുകൾ ബാബനെ അൻസരി ബിരുദം കൊടുക്കൽ എപ്പോഴും ബാബ അപ്പാതാണ് കാലം വരെയും മഹാനവറുകളായിരുന്നു. അങ്ങനെ ഒടുക്കുങ്ങിൽ സന്നദ്ധ സമ്മേളനത്തിൽ വിളിക്കാൻ വന്നു. അപ്പോ ഞാൻ പറഞ്ഞു, അപ്പൊ റൂമിലാണ്. ഞാൻ ഉസ്താദിനോട് പറഞ്ഞു, ഉസ്താദ് ഇന്നലെ വല്ലാത്തൊരു നിർഭാഗ്യകരമായ ഒരു സംഭവം ഉണ്ടായി. പാപ്പയ്ക്ക് പ്രസംഗിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു, പ്രസംഗിച്ചില്ല. അപ്പോ ഞാനിപ്പോ അവരോട് ചോദിച്ചു, ഇവിടെ വീട്ടിലെത്തിയപ്പോൾ ചോദിച്ചു, ഇപ്പൊ എന്റെ ഇന്നലെ പ്രസംഗിക്കാൻ. അപ്പൊ എടുത്തു വായിച്ചു, ഇവിടെ മൈക്ക് തരേണ്ട ഒരു മൈക്ക് ഞാൻ പിടിച്ചെടുത്ത് പ്രസംഗിക്കാണോ ചോദിച്ചു. ഉള്ളാളം തങ്ങളിപ്പാപ്പ പറഞ്ഞുവത്രേ, പേരക്കുട്ടിയോട് മനസ്സ് പൊട്ടിയിട്ട് പറഞ്ഞുവത്രേ, ഞാൻ മൈക്കയോട് പ്രസംഗിക്കാൻ നിന്നപ്പോ അവരെന്റെ മൈക്ക പിടിച്ചു വലിച്ചു നോക്കണ്ടോ. ചെറുശ്ശേരി ഉസ്താദിനെ കുറിച്ച് എന്തൊക്കെ പറഞ്ഞോ, കണ്ണേത്ത് ഉസ്താദിനെ കുറിച്ച് എന്തൊക്കെ പറഞ്ഞോ, ഷംസുല്ലമയെ കുറിച്ച് എന്തൊക്കെ പറഞ്ഞോ, കാളമ്പാട് ഉസ്താദിനെ കുറിച്ച് എന്തൊക്കെ പറഞ്ഞോ, ഇന്നലകളിൽ കഴിഞ്ഞുപോയ ആലിമീങ്ങളെ കുറിച്ച് എന്തൊക്കെ പറഞ്ഞോ. ഇൻഷാ അല്ലാഹ് കാലം സാക്ഷി, എല്ലാം കാലം ഞങ്ങൾക്ക് മറുപടി നൽകുന്നതാണ്. അതിന്റെ ഓരോന്നാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. വല്ലാത്ത വാക്കാണ്. പിന്നെന്താ, ഭയങ്കര വാക്കല്ലേ, കടുപ്പുള്ളല്ലേ. ഒരു നേതാവിനെ സംബന്ധിച്ചിടത്തോളം ഇതിലും അധികം മനസ്സ് പൊട്ടുന്ന വേറെ വാക്കല്ല. അവരുടെ ഏറ്റവും വലിയ നേതാവിൽ ഉള്ളാണ് നിങ്ങൾ. നമ്മളെ വേദനിപ്പിച്ച് കണ്ടിരിക്കട്ടെ, അവരുടെ ഏറ്റവും വലിയ നേതാവിൽ ഉള്ളാണ് നിങ്ങൾ. ആ ഉള്ളാളെന്ന പേരക്കുട്ടി മനസ്സ് പൊട്ടിയിട്ടായി പറയുന്നത്. ഇത് എന്ത് സയ്യിദന്മാരെ ബഹുമാനിക്കുന്നവരാണ് നിങ്ങൾ? എന്ത് ആലിമീങ്ങളെ ബഹുമാനിക്കുന്നവരാണ് നിങ്ങൾ? പറയട്ടെ. സുലൈമാൻ സാറിനോട് പറഞ്ഞപ്പോ സുലൈമാൻ സാർ പറഞ്ഞു, എന്റെ പേരും വിളിച്ചിരുന്നു, പക്ഷെ ഞാനും പ്രസംഗിച്ചില്ല. കാരണം പാപ്പ പ്രസംഗിക്കാത്തോടത്ത് ഞാനെന്ത് പ്രസംഗിക്കാനാണ്? പാപ്പ എന്നാ എന്ത് പ്രസംഗിക്കാനാണ്? ഏതായാലും കുട്ടിന്റെ വിഷമം ഞാൻ ഇപ്പൊ പോണത് മർക്കസിലേക്കാണ്. സാറിനോട് ഈ വിഷയം പറയാ എന്നും പറഞ്ഞിട്ടാണ് മഹാനവറുകൾ ഇവിടെ നിന്ന് സമ്മേളനത്തിന് പോയ ഉള്ളാളും നിങ്ങളെയും ഇവരുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ഈ സുലൈമാൻ ഉസ്താദിനെ പ്രസംഗിക്കാൻ അനുവദിച്ചില്ല, പറയാൻ കഴിഞ്ഞില്ല. അവർക്ക് ഇവിടെ വന്നിട്ട് പറഞ്ഞിട്ടറിയോ, ഇവർ 90-ാം വാർഷികം നടത്തി. എന്ത് കാര്യം ഉണ്ടായത്? പ്രസിഡന്റ് സെക്രട്ടറി ഉണ്ടായില്ല. പ്രസിഡന്റ് സെക്രട്ടറി നമ്മൾ വന്നിട്ട് പ്രസംഗിക്കാനില്ല, പ്രസംഗിക്കാണ്ട് പറഞ്ഞതല്ല. ആരോഗ്യകരമായ പ്രശ്നങ്ങൾ കൊണ്ട് വരാൻ കഴിഞ്ഞില്ല. അത് നമ്മൾ കുറ്റാണോ? ഒരു രോഗം വന്നതുകൊണ്ട് മനുഷ്യന് കള്ളവ് കൊടുക്കുന്നതല്ലേ? അതുപോലെ കുറ്റപ്പെടുത്തിയില്ലേ? അതുപോലെ ഇവിടെ കളിയാക്കിയില്ലേ? സമസ്തന്റെ പ്രസിഡന്റ് സെക്രട്ടറി ഇല്ലാത്തൊരു സമ്മേളനം കളിയാക്കിയില്ല. ഇവിടെ നമ്മൾ മാറ്റി നിർത്തിയതല്ലോ. രസവും വന്നാൽ അങ്ങനെ തന്നെ ഉണ്ടാവാറുള്ളത്. പക്ഷേ നിങ്ങൾ ചെയ്ത പണിയെന്താ? വന്നിട്ട് പ്രസിഡന്റ് വന്നിട്ട് മൈക്കിന്റെ മുന്നിൽ നിന്നപ്പോ ആ മൈക്കെടുത്ത് മാറ്റി നിങ്ങൾ. ഇതിലും വലിയ ധിക്കാരമല്ല ഒരു നേതാവിനോട് കാണിക്കുന്ന. ഇതിലും വലിയ ധിക്കാരം ലോകത്തുണ്ടാകുന്നത്. പറയട്ടെ, പേരക്കുട്ടി തന്നെ പറയട്ടെ.
ഇതൊക്കെ ഉള്ള സംഗതിയാണ്, വെറുതെ കെട്ടിക്കഥ പറയല്ല. മനസ്സിലായി? അപ്പോ ഇത് അന്ന് അപ്പൊ സുലൈമാൻ ഉസ്താദ് ഉടനെ എടുത്ത വാക്ക് പറഞ്ഞെന്താണ്, അതിന് ഞങ്ങളെ മോനെ അത് ഇപ്പോ നിയന്ത്രിക്കുന്നത് കുറച്ച് കുട്ടികളാണ്. കണ്ടോ നമ്മളെക്കുറിച്ച് ഇവരെ അടുത്ത കാലത്ത് പറഞ്ഞൊരു വാക്കുണ്ടാവുന്നുണ്ടോ? സമസ്തയെ നിയന്ത്രിക്കുന്നത് നേതാക്കന്മാരല്ല, തലയിരിക്കുമ്പോൾ വാലാടുകയാണ്. വാലാണ് നിയന്ത്രിക്കുന്നത് ഇടക്കാലത്ത് ഇവർ നടന്നിവിടെ പ്രസംഗിച്ചിരുന്നു കണ്ടോ? റബ്ബ് കൊടുക്കുന്ന മറുപടി കണ്ടോ? സ്വന്തം നേതാവിന്റെ നാവിലൂടെ പറയുന്നു. ആരാ പറയുന്നത്? അവരുടെ ഇപ്പോഴത്തെ സമസ്തന്റെ പ്രസിഡന്റ് പറയുകയാണ്, നമ്മുടെ സമസ്തയെ നിയന്ത്രിക്കുന്നത് നമ്മളല്ല, കുറച്ച് കുട്ടികളാ. നിങ്ങൾ ഞങ്ങളെക്കുറിച്ച് ആരോപിക്കുമ്പോഴേക്ക് പടച്ച റബ്ബ് നിങ്ങളുടെ നേതാക്കന്മാരുടെ നാവിലൂടെ മറുപടി തരികയാണ്. സഹോദര, കുറ്റപ്പെടുത്താൻ വേണ്ടി പറയുകയില്ല, നിങ്ങളെ വേദനിപ്പിക്കാൻ വേണ്ടി പറയുകയില്ല, നിങ്ങളെ കളിയാക്കാൻ വേണ്ടി പറയുകയില്ല. ഇത് സമസ്തയുടെ കുരുത്തമാണ്, സമസ്തയുടെ പൊരുത്തമാണ്, സമസ്തയുടെ കറാമത്താണ്, സമസ്തയുടെ മഹത്വമാണ്. ഇങ്ങനെയൊക്കെ കണ്ടിട്ടും ഇതിന്റെ കൂടാ നിൽക്കാൻ കഴിയുന്നില്ലെങ്കിൽ, ഇതിന്റെ കൂടെ നിൽക്കാൻ കഴിയുന്നില്ലെങ്കിൽ സഹോദര, ഗൗരവമാണ് ആക്ടിവിറ്റിന്റെ കാര്യം, ഗൗരവമാണ്. കുട്ടികളായതുകൊണ്ടാണ് ഉൾക്കത് അത്ര അങ്ങട്ട് ഇതാകാത്തതെന്നാണ് അന്ന് മഹാനവർ പറഞ്ഞു. മൂപ്പരും പ്രസിഡന്റ് അല്ലല്ലോ, മുപ്പാപ്പാണല്ലോ പ്രസിഡന്റ്. അങ്ങനെയുള്ള അവസ്ഥകളൊക്കെ കഴിഞ്ഞു പോയതാണ്. അപ്പോ ഈ കൂടുതൽ പറഞ്ഞ ഈ കുറെ പറയാനുണ്ടാവും. അതുകൊണ്ട് അത് അടുത്തതിൽ പറയും. ഇൻഷാ അല്ലാഹ് നമുക്ക് ബാക്കി അടുത്ത ഘട്ടത്തിൽ പറയാം. അടയ്ക്കട്ടെ, പറഞ്ഞ കുറച്ചൊന്നുമല്ല, ഉണ്ട് അവിടെ ഇരിക്കട്ടെ. ഒരു വരട്ടെ. ഇനിയിപ്പോ ആരെ അനുസ്മരണം വെച്ചിട്ടാണ് ഇവർ വരികയെന്നറിയില്ല. നിപ്പായ് ഷേഖിന്റെ പേരുമാണ് അന്ന് ഇവരോട് വെച്ചത്. നിങ്ങൾ ആലോചിച്ച് നോക്കിയ റബ്ബ് സുബ്ഹാനഹു ഇങ്ങനെ വരച്ച് കാണിച്ചില്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കും. ഇവരെന്താ അവിടെ പറഞ്ഞത്? സമസ്തന്റെ ആലിമ്യങ്ങളെ കുറിച്ച് പറഞ്ഞ വാക്കെന്താ? സമസ്ത പിളരാൻ കാരണം സമസ്തന്റെ ആലിമ്യങ്ങൾക്ക് സുന്നത്ത് ജമാഅത്ത് താല്പര്യമില്ല. ആരാണ് ആലിമ്യങ്ങൾ? അന്നത്തെ പ്രസിഡന്റ് ആരായിരുന്നു? കോയക്കുട്ടി ഉസ്താദല്ലല്ലോ. അന്ന് പ്രസിഡന്റ് കന്നിയത്ത് ഉസ്താദ്. അന്ന് സെക്രട്ടറി ആരാ? ആലിക്കുട്ടി ഉസ്താദല്ല. അന്ന് സെക്രട്ടറി ആരാ? ശൈഖുനാ ശംസുൽ ഉലമ ഉസ്താദ്. അവർക്കൊന്നും സുന്നത്ത് ജമാഅത്തിൽ താല്പര്യമില്ല. ഇവിടെ പ്രസംഗിച്ചതല്ലത്. അതുകൊണ്ട് അത്ര സമസ്ത പിളർന്നത്. ഇവർക്ക് എന്നിട്ട് ഇവിടെ പറഞ്ഞെന്താ? ഇവർ വഹാബികളുമായി കൂട്ടിച്ചേർന്ന് നടക്കാണ്. വഹാബി കമ്പനിയായിട്ട് നമ്മൾ മാറി. നമ്മളെ സമസ്തന്റെ ആലിമും ശംസുലുമ വഹാബി, കനിയത്ത് ഉസ്താദ് വഹാബി. അപ്പൊ കണ്ടോ, കാലം തിരിച്ചടി നൽകി. സ്വന്തം ശിഷ്യന്മാർ, സ്വന്തം ദുരിതമെടുത്തവർ പറയാൻ തുടങ്ങിയില്ലേ, നിങ്ങൾക്ക് സുന്നത്ത് ജമാഅത്തില്ല. നമ്മളല്ല പറയുന്നത്, ഒക്കെ അവരെന്നെ പറയാ. അവരുടെ നാവുണ്ട്. നമ്മളേക്ക് വന്നിട്ടില്ല. അവിടെയുള്ള ആൾക്കാർ പറയാൻ തുടങ്ങിയില്ലേ. ഇപ്പൊ കണ്ടല്ലോ ഒതുക്കങ്ങൾ നിൽക്കുന്ന വ്യക്തി, അദ്ദേഹം തുറന്നു പറഞ്ഞല്ലേ എന്ത് സുന്നത്തെ ജമാഅത്ത് അവിടെ ഉള്ളത്? ഇല്ല, സാധനം അവിടെ ഇല്ല. ഇപ്പൊ കണ്ടല്ലോ ഏറ്റവും ഒടുവിൽ കോഴിക്കോട് ഒരു പ്രോഗ്രാം നടന്നു. ആരാ അതിൽ മുഖ്യ പ്രഭാഷകൻ? അതിലാരാ പ്രധാന നേതൃത്വം വഹിക്കുന്നത്? ഇവരുടെ ഗ്രാൻഡ് മുഫ്തി പൊമ്മൾ അബ്ദുൽ ഖാദർ മുസ്ലിയാ. അതിലാരാ പ്രസംഗിക്കുന്നത്? ഓ അബ്ദുള്ള. ആര്? ഓ അബ്ദുള്ള. ആരാണ് ഓ അബ്ദുള്ള? ജമാഅത്തുകാരെന്നുള്ള അവിടെ ഇരിക്കട്ടെ. അതിന് പുറമെ ഈ മുടി കൊണ്ടുവന്നപ്പോൾ കാന്തപുരത്തിന്റെ കൈവശമുള്ള മുടിയെക്കുറിച്ച് മാത്രമല്ല, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ എല്ലാ തിരുകേശങ്ങളെയും സിദ്ധാന്തം എതിർത്ത വ്യക്തിയാണ് ഓ അബ്ദുള്ള. ഓ അബ്ദുള്ള പൊമ്മൾ അബ്ദുൽ ഖാദർ മുസ്ലിയിരിക്കുന്ന അതേ വേദിയിൽ പ്രസംഗിക്കുക. ഇവിടെ പറഞ്ഞെന്താ? ഇവിടെ വന്നിട്ട് മറ്റൊരു പ്രസംഗിച്ചെന്താ? സമസ്തന്റെ 90-ാം വാർഷികത്തിൽ പ്രസംഗിച്ചതാരാ? പി കെ ബഷീറാണ്. പി കെ ബഷീർ എംഎൽഎ പ്രസംഗിച്ചത് ഇവിടെ കളിയാക്കി പറഞ്ഞു. ആ സാധു മനസ്സിലാക്കണ്ടേ, അയാളെ സ്ഥാപനത്തിൽ പി കെ ബഷീർ പ്രസംഗിച്ചിട്ടില്ലേ? അപ്പൊ അയാൾ ഇവിടെ തരികൊടുത്തിട്ടുണ്ടറിയോ? അതെന്റെ മണ്ഡലമായതുകൊണ്ട് പ്രസംഗിച്ചതാണ് ഇവിടെ പറഞ്ഞതാ. പി കെ ബഷീർ അയാളുടെ സ്ഥാപനത്തിൽ പ്രസംഗിച്ചിട്ടുണ്ട്. സമസ്തന്റെ സ്ഥാപനത്തിൽ സമ്മേളനത്തിൽ പ്രസംഗിച്ചാൽ കണ്ടോ, സമസ്തക്കാർക്ക് ബിദ്അത്തുകാരുമായിട്ടാണ് ബന്ധം. ആ പി കെ ബഷീർ ഇയാളിരിക്കുന്ന വേദിയിൽ, ഇവിടെ പ്രസംഗിച്ചിരിക്കുന്ന വ്യക്തിയുടെ വേദിയിൽ പങ്കെടുത്താലോ, അല്ലാഹു സുബ്ഹാനല്ലാഹ്, അത് സുന്നത്ത് ജമാഅത്താണ്. കാരണം പി കെ ബഷീറിന്റെ മണ്ഡലത്തിലാകുമ്പോൾ കുഴപ്പമില്ല, മണ്ഡലത്തിന് പുറത്തേക്ക് ഇറങ്ങിയ ബിദ്അത്താണ്. അത് സുന്നത്തും ബിദ്അത്തൊക്കെ മണ്ഡലാടിസ്ഥാനത്തിലാണ്. ഒരു എംഎൽഎ, ഒരു ജനപ്രതിനിധി വന്നുകൊണ്ട് സമ്മേളനത്തെ പ്രസംഗം പറ്റും. ഇയാൾ അല്ലെങ്കിൽ വല്ലാത്തൊരു ആന്റി ലീഗിലാണ്. ഇയാൾ പ്രസംഗം കളിപ്പിച്ച ഇയാളൊക്കെ വരുമ്പോ കുഴപ്പമില്ലാതെ നടക്കുന്നവർ മനസ്സിലാക്കാൻ നല്ലതാ. പറയട്ടെ,
മണ്ഡലത്തിന്റെ അമ്മല്ലേ ഞാൻ നടക്കുന്ന ഇംഗ്ലീഷ് മീഡിയത്തിൽ മെഡിക്കൽ ക്യാമ്പുണ്ട്. ആ മെഡിക്കൽ ക്യാമ്പിൽ ഇയാളെ PK ബഷീർ ഞങ്ങളെ മണ്ഡലത്തിലെ MLA ആയതുകൊണ്ട് എന്റെ സ്ഥാപനത്തിൽ, ഞാൻ നടത്തുന്ന സ്ഥാപനത്തിൽ വന്നിട്ടുണ്ട്. അതിന് കുഴപ്പമില്ല. സമസ്ത സമ്മേളനത്തിൽ വന്ന പ്രശ്നമാണ്. അപ്പൊ ഇവർക്ക് സുന്നത്തും ജമാഅത്തും അല്ലെങ്കിൽ വഹാബിസും നല്ല പ്രശ്നമാണ്. ഇവർക്ക് കാശ് ഇട്ടോ ഓക്കെ, വഹാബിസൊന്നും കുഴപ്പമില്ല. അപ്പൊ ഒരു കുഴപ്പമില്ല. ഇവരൊക്കെ ലക്ഷ്യം വേറെയാണ് കൂട്ടരെ. ഇയാളൊരു സത്യപ്രസംഗിച്ച പ്രസംഗം കൽപ്പിച്ചുതരാം. ഇയാൾ പറഞ്ഞറിയോ, UDF ഇയാളൊരു നിർദ്ദേശം എന്താ, UDF നേരാകണമെങ്കിൽ വേറെ ഒരു നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. മുസ്ലിം ലീഗ് നേരാകാൻ ഒരാൾ നിർദ്ദേശം കൊടുത്തിട്ടുണ്ടറിയോ, മുസ്ലിം ലീഗിന്റെ തലപ്പത്ത് പാണക്കാട്ട് തങ്ങന്മാർക്ക് മാറണം, എന്നാലും ലീഗ് എന്നാകുള്ളൂ. ഇവർ ഭയങ്കരത്ത ഉപദേശത്തിന് ആൾക്കാരാണല്ലോ. ഇവരെ ഉപദേശം കേട്ട് രാഷ്ട്രീയ പാർട്ടികൾ മുന്നോട്ട് പോയാലേ ഇവരത്തിന് വല്ലതും കിട്ടുന്ന വെച്ച് നടന്നാലേ ഇവർ പ്രസംഗിക്കാണ്. ഇയാൾ പ്രസംഗിച്ചെന്താ അറിയോ, ഇയാൾ പ്രസംഗിക്കുകയാണ് UDF എനിക്ക് പറയാനുള്ളത്. അല്ലേ, ആണോ? ഇവിടെ ഒന്നും സ്ത്രീ കാണില്ല അങ്ങനല്ലേ? ഏതാ താങ്കള്? കീലത്തടക്കല്ലേ? പാടം നമുക്ക് സമയം ഇയാളെ കുറെ ഉണ്ട്, കീലത്തായിട്ടും അല്ലാത്തതായിട്ടും കുറെ ഉണ്ട്. കാരണം ഒരു ജന്മം മുഴുവൻ ഇവരത്തിന് വേണ്ടി ചെലവഴിച്ചിരിക്കരുത്. നമ്മുടെ ആലിന്യങ്ങളെ സയ്യിദന്മാരെയും തങ്ങന്മാരെയും നേതാക്കന്മാരെയും ഭക്ഷിപ്പിക്കാൻ ഇയാൾ പറയാം. മുസ്ലിം ലീഗ് UDF പറയാൻ, UDF അടുത്ത കൊല്ലം അധികാരത്തിൽ വരണമെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പ് ലീഗിന് കൊടുക്കരുത്. ഇവിടെ ആരാണ് ആ വിഷയം ഇവിടെ പറഞ്ഞിട്ടുള്ള ആരാ? കേരളത്തിൽ മുസ്ലിം ലീഗ് അധികാരത്തിൽ വരുമ്പോഴേക്ക് വിദ്യാഭ്യാസ വകുപ്പ് ലീഗിന് കൊടുക്കുന്നവരുടെ ആരാ? BJP. വിദ്യാഭ്യാസ വകുപ്പ് മുസ്ലിം ലീഗിന് കൊടുക്കരുത്. അത് കൊടുക്കാതിരുന്നാൽ ദേശീയ പാർട്ടിയായ നാഷണൽ കോൺഗ്രസ് ഇനിയും അധികാരത്തിൽ വരും. ഇല്ലെങ്കിൽ ഇനിയൊരിക്കലും കോൺഗ്രസ് അധികാരത്തിൽ വരില്ല. കോൺഗ്രസ് നേതാക്കളുടെ മാർഗം നമ്മൾ എവിടെ പ്രസംഗിച്ച് മുന്നിൽ പറഞ്ഞു കിട്ടുക. അതിൽ വ്യക്തമായും ആരോപിച്ചിരിക്കുന്നത് മുസ്ലിം ലീഗിൽ നിന്ന് മുസ്ലിങ്ങൾ അകന്നു, അതുവഴി മുസ്ലിം സമുദായം UDF-ൽ നിന്ന് അകന്നു എന്നതാണ്. അകന്നു എന്ന സത്യം കണ്ടെത്തിയ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തോടെ വിനയത്തോടെ ഞങ്ങൾക്ക് ഒരു അപേക്ഷ കൊടുക്കാനുണ്ട്. അടുത്ത തെരഞ്ഞെടുപ്പിൽ UDF ജയിക്കാൻ വേണ്ടിയാണല്ലോ മത്സരിക്കുന്നത്. അങ്ങനെ നിങ്ങൾക്ക് അധികാരം കിട്ടിയാൽ ദേശീയ കക്ഷിയായ നിങ്ങൾ വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യും എന്നൊരു ഉറപ്പ് കേരള ജനങ്ങൾക്ക് നിങ്ങൾ നൽകേണ്ടതുണ്ട്. അതുപോലെ ഇടതുപക്ഷം അധികാരത്തിൽ വരികയാണ്. കണ്ടോ, എന്ത് UDF അധികാരത്തിൽ വരികയാണെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പ് മുസ്ലിം ലീഗിന് കൊടുക്കാതെ കോൺഗ്രസ് കൈകാര്യം ചെയ്യുന്ന ഉറപ്പുണ്ടോ? എന്നാ പിന്നെ ഇൻഷാ അല്ലാഹ് കോൺഗ്രസ് അധികാരത്തിൽ വരും. ഇവരുടെ മനസ്സിലിരിക്കണ്ട. ഇയാൾ ഇനി അത് മാത്രമല്ല, മുസ്ലിം ലീഗ് തോക്കാനുള്ള കാരണങ്ങളൊക്കെ ഇയാൾ എണ്ണിപ്പറയുന്നത്. നമ്മളിപ്പോ അതിന്റെ വേദിയല്ലല്ലോ, അപ്പൊ അതിനെ പറ്റിയ സമയമല്ലല്ലോ. അതുകൊണ്ട് ഞാൻ അതൊന്നും കേൾപ്പിക്കുന്നില്ല. വരട്ടെ, വേണ്ടി വന്നാൽ ഒക്കെ ഞാൻ പറയാം. എന്തുകൊണ്ടാണ് ഈ കളിക്കുന്നത്? അള്ളാഹുവിന്റെ മഹത്തുക്കളായ സാലിഹ്യങ്ങൾ കൊണ്ടല്ലേ, അള്ളാഹുവിന്റെ പരിശുദ്ധരായ ആലിമീങ്ങൾ. ഞാൻ പറഞ്ഞല്ലേ, ചെറുശ്ശേരി ഉസ്താദിന്റെ ഇബാദത്തൊക്കെ പ്രിയപ്പെട്ടവരെ പോകരുത്. ഉസ്താദിന്റെ പേരിൽ 10 വികൃതല്ലാതെ പോകരുത്. നമുക്ക് വേണ്ടി ജീവൻ സമർപ്പിച്ച നിങ്ങൾക്കുണ്ടോ? അവസാന സമയം പോലും ചെറുശ്ശേരി ഉസ്താദ് സ്വത്ത് കഴിഞ്ഞ് റൂമിലേക്ക് ചെന്നിട്ടോ ചെറുശ്ശേരി ഉസ്താദ് സ്വന്തം വീട്ടിലെ കാര്യമല്ല നോക്കുന്നത്. അവിടെ വന്ന ആളുകൾക്ക് ഫത്വ കൊടുക്കാനല്ലേ തുനിഞ്ഞത്. അവസാന സമയം വരെ ഈ സമുദായത്തോർത്ത് ജീവിച്ച മഹാനായ ശൈഖുനാ സയ്യിദുൽ ഉലമാ ചെറുശ്ശേരി ഉസ്താദിന്റെ പേര് 2 ദിക്ർ ചൊല്ലി ദുആ ചെയ്യാതെ പ്രിയപ്പെട്ടവരെ, ഉസ്താദിനെ സ്നേഹിക്കുന്ന ഒരാളും പോകരുത്. ഞാൻ നീട്ടുന്നതിനുള്ള ആളും പേടിക്കേണ്ട, കാരണം നീട്ടി എനിക്ക് കൊടുക്കാം. എനിക്ക് ടെസ്റ്റ് ബസ്സിന് പോകാനുള്ളതാണ്. കാസർഗോഡ് കറക്റ്റ് സമയത്ത് പ്രസംഗം തീർക്കും. പോകാൻ പറ്റില്ലല്ലോ. നാളെ കണ്ണൂർ ജില്ലയിലെ പെരിങ്ങത്തൂരിലെ അവിടെ ഈ ടീം അവിടെ വല്ലാതെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. അവിടെ പോകാതിരിക്കുന്നില്ല. അവിടെ ടെസ്റ്റ് ബസ്സിന് പോകാനുള്ളതുകൊണ്ട് ഞാൻ പെട്ടെന്ന് നിർത്തും. അല്ല നീട്ടിക്കൊണ്ടുപോയാൽ എനിക്ക് വേണ്ടിയിട്ടില്ല. അപ്പൊ അതിന് മുമ്പ് നമുക്ക് ഇൻഷാ അല്ലാഹ് ദുആ ചെയ്ത് തിരിയണം. അതിനു വേണ്ടി ഓർക്കണം, അതിന് ദുആ ചെയ്യണം. ഒരുപാട് വിഷയങ്ങൾ പറയാനുണ്ട്. ഇവിടെ വല്ലാതെ വേദനിപ്പിച്ച കാര്യങ്ങൾ ചെറുശ്ശേരി ഉസ്താദിനെ കുറിച്ച് പറഞ്ഞത്, കോയക്കുട്ടി ഉസ്താദിനെ കുറിച്ച് പറഞ്ഞത്, ശംസുലമയെ കുറിച്ച് പറഞ്ഞത്, അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഒരുപാട് പറയാനുള്ളതുകൊണ്ട് ഞാൻ ഇന്നിവിടെ വേറെ കുറെ കാര്യങ്ങളൊക്കെ പറയാൻ ആഗ്രഹിച്ചതായിരുന്നു.
ഇവരുടെ നേലും മറ്റുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പറയാൻ ആഗ്രഹിച്ചു. പക്ഷെ ഇന്നലെ എനിക്ക് നിസാറ് ഇവിടുത്തെ ഓഡിയോ വിട്ടു വന്നപ്പോൾ ആ ഓഡിയോയിലുള്ള വിഷയങ്ങൾ പറയണമെന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ആ വിഷയത്തിലേക്ക് ഇന്ന് ഇവിടെ നേരൊക്കെ പറയണമെന്ന് ആഗ്രഹിച്ച് ആ വിഷയങ്ങളൊക്കെ. കാരണം മിനിഞ്ഞാന്ന് ഞാൻ കോട്ടക്കിലുള്ള അതൊക്കെ പറഞ്ഞിരുന്നു, ഇവിടെ വെച്ചുള്ള ആ പുതിയ വിഷയങ്ങളൊക്കെ പറയാമെന്ന് പറഞ്ഞിരുന്നെങ്കിലും ഇവിടുത്തെ സാഹചര്യം ഇത് പറയണം നിർബന്ധിച്ചത് കൊണ്ടാണ് ഞാൻ മറ്റു വിഷയങ്ങളിൽ കടക്കാരുന്നത്. മുടിയും അനുബന്ധമായ വിഷയങ്ങളൊക്കെ അതിന് ഞാൻ തയ്യാറാക്കി വെച്ചിരുന്നെങ്കിലും ഇവിടുത്തെ പ്രവർത്തകന്മാരുടെ നിർബന്ധം കൊണ്ടാണ് ഞാൻ അതിലേക്കൊന്ന് കടക്കാരുന്നത്. കാരണം ഇവിടുത്തെ വിഷയങ്ങൾ തന്നെ പറയണമെന്നുണ്ട്. ഇൻഷാ അല്ലാഹ് സമയമില്ലെങ്കിൽ മറ്റന്നാൾ കൊണ്ടോട്ടിയിൽ വെച്ചുകൊണ്ട് കൊണ്ടോട്ടിയിൽ കോടങ്ങാടിനടുത്ത് ഇൻഷാ അല്ലാഹ് ആ വിഷയങ്ങളെ പറ്റി സംസാരിക്കുന്നതാണ്. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഒരു